പ്രസംഗം കഴിഞ്ഞ് അവിടെ സ്വാഗതം പറഞ്ഞ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയുണ്ട്. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഫീലിംഗ് ലെവലിൽ നിന്ന് അയാൾ പറയാണ്, എൻ്റെ ഉപ്പ മരിച്ചിട്ട് 35 വർഷമായി. ഞങ്ങൾ മക്കളെല്ലാവരും ഉമ്മാൻ്റെ വീട്ടിൽ തറവാട്ടിൽ ഒരുമിച്ച് കൂടും മാസത്തിൽ ഒരു തവണ. 35 വർഷത്തിനിടയിൽ ഒരു മാസം പോലും ഒഴിവായി പോയിട്ടില്ല. എല്ലാ മാസവും മക്കളെല്ലാവരും ഒരുമിച്ച് കൂടും. മക്കളും മക്കളെല്ലാം കൂടി മാസത്തിനെ ഒരുമിച്ച് കൂടുക, വർഷത്തിലല്ല, ആണ്ടല്ല, മാസത്തിലൊരു തവണ ഉമ്മാൻ്റെ കൂടെ ഒരുമിച്ച് കൂടും. എന്നിട്ട് ഒരു യാസീൻ ഓതും, ഒരു മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യും, പിന്നെ കുറച്ച് ദിക്ർ ചൊല്ലും. മക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ദ്വാരക്കും, എല്ലാവരും ആമീൻ പറയും. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷമായി. എന്നിട്ട് ആ മകൻ, കുറച്ച് പ്രായമുള്ളൊരു ആളാണ്, അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ഉമ്മ കുറച്ച് മാസം മുമ്പ് ഞങ്ങളോട് ഈ ദുആ കഴിഞ്ഞ ഉടനെ നമ്മളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് നിങ്ങൾ ആ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി 35 കൊല്ലമായിട്ട് പോലും മാസത്തിൽ ഒരു തവണ ഒരുമിച്ച് കൂടി ദ്വാരക്കുന്നില്ലേ, അത് വേറൊരു മക്കൾക്കും കിട്ടാത്ത ഗുണമാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് മക്കളെ. മക്കൾ ചോദിച്ചാൽ എന്തേ? ഉമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു പോലും, ഞാൻ മരിച്ചാൽ എനിക്കും ഇതുപോലെ നിങ്ങൾ ഒരുമിച്ച് കൂടി ദ്വാരക്കോ. ഈ മക്കൾ ആ നേരത്ത് ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പോലും, ഉമ്മാക്ക് തോന്നുന്നുണ്ടാവും ഉമ്മ മരിച്ചാൽ ഈ മക്കൾ മറന്നു പോകുമെന്ന്. 35 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഉപ്പാനെ മറക്കാത്ത ഞങ്ങൾ 35 കൊല്ലവും ഞങ്ങളോട് ചേർന്ന് നിന്ന ഉമ്മാനെ ഞങ്ങൾ മറക്കുമെന്ന് തോന്നുന്നുണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ കരഞ്ഞു പറഞ്ഞു പോലും, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മക്കളെ, എന്നാലും പറയേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. ഈ സംഭവം പറഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉമ്മ മരിച്ചു. പിറ്റേത്തെ മാസം ആ വീട്ടിൽ തറവാട്ടിൽ ഒരുമിച്ച് കൂടിയത് ഉപ്പാക്ക് വേണ്ടി മാത്രം ദ്വാരക്കാനല്ല, ഉമ്മാക്കും കൂടി ദ്വാരക്കാനാണ്. ഉമ്മാനോട് ആരാ പറഞ്ഞ? 35 കൊല്ലം ഒരുമിച്ച് കൂടിയപ്പോഴും പറയാത്തൊരു വാക്ക് ഉമ്മ ഇങ്ങനെ പറയാൻ ഉമ്മാനോട് ആരാ പറഞ്ഞേ? അടുത്ത മാസത്തെ ദുആഇന്റെ സദസ്സിൽ നീ ഉണ്ടാവൂല. അതൊരു ഇലാഹിയായ തോന്നലാണ്, അത് അള്ളാഹു ഹൃദയത്തിൽ ഇട്ടുകൊടുത്തൊരു തോന്നലാണ്. ചില മനുഷ്യന്മാരങ്ങനെയാണ്, മരിക്കുന്നതിൻ്റെ മുമ്പ് ചില അടയാളങ്ങൾ അവർ പറയും, കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. അവരുടെ മരണം അവരെ സ്വാഗതം ചെയ്യുമ്പോൾ ആ യാഥാർത്ഥ്യം കണ്ട് നമ്മൾ അത്ഭുതപ്പെടുകയും ചെയ്യും. ഞാനിതൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളെ ഉമ്മാനെ ഓർമ്മ വരുന്നുണ്ട്. പടച്ചോനെ, ഇങ്ങനെയെല്ലാം ഉമ്മാനുപ്പാനെ ദ്വാരക്കുന്ന മക്കൾ, ഞാൻ എന്ത് ദ്വാ ചെയ്യാറുള്ളത്, ഞാൻ എന്താണ് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചെയ്യാറുള്ളത് എന്ന് ആലോചിക്കും. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബിർറു ആബാഅക്കും തബറക്കും അബ്നാഅക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നതെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളുടെ മക്കളും നിങ്ങളോട് പെരുമാറുകയുള്ളൂ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതൊക്കെ നിങ്ങളെ മക്കളും ചെയ്യും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നില്ല അതൊന്നും നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്നില്ല. നിങ്ങളെ മക്കൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതേ ലെവലിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പെരുമാറേണ്ടത്. നീയും മരിച്ചിട്ട് 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും നിന്നെ ഓർക്കുന്ന ഹൃദയവുമായി പരിശുദ്ധമായ ഖുർആനിന്റെ പേജുകളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കലാം നിരന്തരം അഭംഗുരം മനസ്യൂതം മനവരതം പാരായണം ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ മരിച്ചുപോയ നിന്റെ ഉമ്മാനെ ഉപ്പാനെ ഓർത്തിട്ട് നീയും പാരായണം ചെയ്യണം. ഞാൻ ഈ ഓതുന്നത് കണ്ടു പഠിക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ. നമ്മളെ മക്കളെ നന്നാക്കാൻ നമ്മൾ കുറേ വയലൊന്നും പറയേണ്ട ആവശ്യമില്ല, ക്ലാസ് ഒന്നും കൊടുക്കണ്ട, ഒരു ബളബളാന്ന് ഉപദേശിക്കണ്ട. ചിലതൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടാ? ഉമ്മാക്ക് മനസ്സിലാവുന്നുണ്ടാ? എല്ലാ ഉമ്മമാരും വലത്തേ കൈ വരുത്തേ, എന്നിട്ട് ആ ചെറുവിരൽ താടിക്ക് വെച്ച, എന്നിട്ട് വെച്ചത് താടിക്കാണോ നോക്കിയ ചെറുവിരലാണോ നോക്കി. ഓക്കെ, നമ്മളെ ഭൂരിഭാഗം ആളുകൾ തെറ്റിച്ചിട്ടുള്ളത്. സംഭവം എന്താ അറിയോ? ഞാൻ പറയുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് പോലെയല്ല, ഞാൻ പറയുന്നത് പോലെയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ എന്താണോ ചെയ്യുന്നത് അതേ പ്രകാരമാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ മക്കളെ മോനെ ഓത് 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 എന്ന് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ ഓതുമ്പോൾ മക്കളെ ഒന്ന് അടുത്തിരുത്ത്.
നീ നിന്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഖബറ് സിയാറത്ത് ചെയ്യുമ്പോൾ നിന്റെ മോനെയും ഒന്ന് കൂട്ട്. മോനോട് പറ, ഇതെൻ്റെ ഉപ്പാൻ്റെ ഖബറാണ് മോനെ, ഞാൻ ഇതേപോലെ മരിച്ച് ഖബറിൽ കിടക്കും. അപ്പോൾ ഈ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് മക്കളോട് പറ. നമ്മളെ കണ്ടിട്ട് വളരട്ടെ മക്കൾ, ഇൻഷാ അല്ലാഹ്. ഹലോ, നമ്മളെ കേട്ടിട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടിട്ട് പഠിക്കുന്നുണ്ട്. യെസ് ഓർ നോ? യെസ് ഓർ നോ? മുമ്പൊരു ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉംറയ്ക്ക് പോയ സമയത്ത് നമ്മളെ കൂടെ വന്നൊരു ഉപ്പ, അയാൾ ഭയങ്കര പുകവലിയാണ്. അയാൾ പറഞ്ഞു, ഞാനിപ്പം പുകവലിയെല്ലാം നിർത്തി. ഞാൻ ചോദിച്ചു, എന്താ എങ്ങനെ നിർത്തിയത്? അയാൾ പറഞ്ഞു, ഞാനൊരു തവണ ഇയാൾ പുകവലിക്കുന്ന ഇയാളെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഭാര്യ കാണാതെ ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് പുറത്തു സൈഡിൽ പോയിട്ട് ഇങ്ങനെ നിന്ന് പുകവലിക്കുകയാണ്. അപ്പോൾ ഇയാൾ 5 വയസ്സുള്ള മോന് ബാക്കിൽ വന്നിട്ട് പറയുന്നു, ഉപ്പ ഒരു പുക കിട്ടുന്നു. അപ്പോൾ ഇയാളാകെ ബേജാറായി. ഇയാളത് മിണ്ടാടുക്കല എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കാണിച്ചത്രേ. കാരണം ഒച്ചത്തിൽ വർത്താനം പറഞ്ഞാൽ ഭാര്യ കേൾക്കൂലേ, അതുകൊണ്ട് ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ മിണ്ടാടുക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ആ മോൻ പറഞ്ഞു പോലും, ഉപ്പ ബേജാറാവണ്ട, ഞാൻ ഉമ്മാനോട് പറയൂല, എനിക്കൊരു പുകണം. അപ്പോൾ ഈ ഉപ്പ പറയാണ്, എൻ്റെ മക്കൾ എന്നെ കണ്ടിട്ടാണ് പഠിക്കണത് എന്ന്. നിന്റെ മക്കൾ നിന്നെ ഓർക്കാനും നിനക്ക് വേണ്ടി ദുആ ചെയ്യാനും കഴിയണമെങ്കിൽ നീ നിന്റെ മാതാപിതാക്കളെ ഓർക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും നീ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. പെൺമക്കളുടെ ഉമ്മമാരും ഉപ്പമാരും ഈ കൂട്ടത്തിലുണ്ടാവും ഇല്ലേ? 2 പെൺമക്കൾ ഉള്ള ഉമ്മയും ഉപ്പയാൻ്റെ കൈവൊക്കെ 2 കൂടുതലുണ്ട്, പിന്നെ 2 ഉണ്ടല്ലോ. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ ഒരു പെണ്ണ് മാത്രമുള്ള ഉമ്മ കൈവൊക്കെ അതിൽ 2 വെക്കണ്ടേ, 1 ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 2 പെൺമക്കളെ മാന്യമായി പോറ്റി വളർത്തി കഴിഞ്ഞാൽ ആ ഉമ്മാക്കും ആ ഉപ്പാക്കും അള്ളാഹു കൊടുക്കുന്ന കൂലി എന്താണെന്ന് അറിയാം. നാളെ സ്വർഗത്തിൽ ഈ വിരലുകൾ പോലെ ആ മാതാപിതാക്കളും ഞാനും തമ്മിൽ ചേർന്ന് നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ വിരല് പോലെ എന്ന് പറഞ്ഞാൽ? ഈ വിരൽ എങ്ങനെയുള്ള പൊടിഞ്ഞിട്ടാ അത്ര അടുത്ത് അല്ലേ, ചേർന്ന് നിൽക്കും. ആര്? റസൂലുള്ളാഹിയും ഈ ഉപ്പിയും ഉമ്മയും. പക്ഷെ എങ്ങനെ വളർത്തണം? മാന്യമായി പോറ്റി വളർത്തണം. എന്നാൽ ആ മക്കള് ആ ഉമ്മയും ഉപ്പിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെയായിരിക്കുന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരു ഉമ്മ വന്നു. ഒരു ഉമ്മക്ക് 2 പെൺമക്കളാണ്. 2 പെൺമക്കളുള്ള കേൾക്കണേ. 2 പെൺമക്കളെ കയ്യും പിടിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് ആയിഷ ബീവിയുടെ വീടിൻ്റെ മുന്നിലെത്തി വാതിൽ മുട്ടി. ആയിഷ ബീവി ചോദിച്ചു, എന്ത്? ഈ ഉമ്മ പറഞ്ഞു, 2 പെൺമക്കളും പട്ടിണിയാണ്, ഞാനും പട്ടിണിയാണ്, കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ഒരു ഉമ്മ യാചിക്കുകയാണ്. ആയിഷ ബീവി നേരെ അടുക്കളയിലേക്ക് പോയി പരതി, ഒന്നുമില്ല, ആകെയുള്ളത് 3 കാരക്കയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാരക്ക എടുത്തിട്ട് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു. ആ ഉമ്മ എന്ത് ചെയ്തെന്നറിയാം? ഓരോ കാരക്ക ഓരോ മകളെ കയ്യിലേക്ക് വീതിച്ചു കൊടുത്തു. 1 കാരക്ക ഉമ്മയെടുത്തു. കാരക്ക കയ്യിൽ കിട്ടിയ ഉടനെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് 2 മക്കൾ അതെടുത്ത് കഴിച്ചു. ഉമ്മയും അതെടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അപ്പോഴേക്ക് ഈ 2 മക്കൾ കൈ നീട്ടിയിട്ട് ചോദിച്ചു, ഉമ്മൻ്റെ കാരക്ക തരോ? ഉമ്മ ആ കാരക്ക അങ്ങനെ 2 കഷ്ണാക്കിയിട്ട് ഈ 2 മക്കൾക്കും വീതിച്ചു കൊടുത്തു. ആ 2 മക്കളും ആ കാരക്കയും തിന്നു. ഉമ്മ പട്ടിണിയാണ്. അങ്ങനെ ആ ഉമ്മ ആ 2 മക്കളെ കയ്യും പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ ഉമ്മാക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. കാരണം ആ ഉമ്മ ഹജ്ജ് ചെയ്തതോ ഉംറ ചെയ്തതോ 10,000 സ്വതക്ക ചെയ്തതോ അല്ല, തൻ്റെ പട്ടിണി മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ മക്കളുടെ പട്ടിണി മാറ്റാൻ മുന്നോട്ട് വന്നു എന്ന ഒരൊറ്റ കാരണത്താൽ, ഒരു ചീളുകാരക്ക കാരണത്താൽ ആ ഉമ്മാക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഞാൻ ഈ ഇരിക്കുന്ന ഉമ്മമാരോടെല്ലാം ചോദിക്കാം, നമ്മളെ ഉമ്മാൻ്റെ ഒരു കാലമുണ്ട്, അഥവാ പട്ടിണിയുടെ കാലം. ഇന്നത്തെ പോലെയല്ല. നമ്മളെ ഉപ്പാൻ്റെ ഒരു കാലമുണ്ട്, പട്ടിണിയുടെ കാലം. ഒറ്റ ചോദ്യമാണ്, നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും എങ്ങനെയാണ് വളർത്തിയതെന്ന് നിനക്കറിയാം. കഷ്ടപ്പാടാണ് ഉപ്പാക്ക്. ഇന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് റാഹത്തെല്ലാം ഉണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ അന്ന് ചെറിയ പ്രായത്തിൽ നമ്മുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു.
പട്ടിണി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്. ഉപ്പാക്ക് വലിയ കഷ്ടപ്പാട്. നിങ്ങൾ ഉപ്പാനെ തന്നെ ഓർത്ത് നോക്കിയേ, കഷ്ടപ്പാടും ദാരിദ്ര്യം തന്നെ. ഉമ്മയും അങ്ങനെ തന്നെ, ദാരിദ്ര്യം തന്നെ. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത്രയും ദാരിദ്ര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉമ്മയും ഉപ്പയും എപ്പോഴെങ്കിലും ഒരു തവണ നിങ്ങളെ പട്ടിണി കിട്ടിയിട്ടുണ്ടാവും? ഒരു നേരം, ഒരൊറ്റ നേരം. എനിക്കെൻ്റെ ഉപ്പാനറിയാം. എനിക്കെൻ്റെ ഉപ്പാന് ഈ പറയുമ്പോഴും ഓർമ്മ വരുന്നത്. കാരണം എന്താണെന്നറിയാം, ഞാൻ തന്നെ ഒരു പക്ഷേ എൻ്റെ ഉമ്മാനുപ്പാൻ എനിക്ക് ഓർമ്മ വരുന്നത് അത്ര എന്നെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, കോളേജിലേക്ക് അയക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് 200 രൂപ കടം വാങ്ങിയിട്ട് വന്ന എൻ്റെ ഉപ്പാനെ എനിക്ക് ഓർമ്മയുണ്ട്. ഓരോരുത്തരും അവരവരെ ഉമ്മാനുപ്പാനും ഓർക്കും. പക്ഷെ ഒരു നേരം പോലും പട്ടിണി കിട്ടിട്ടില്ല. ഒരു നേരം പോലും നമ്മളാരെയും, നമ്മളുപ്പയും നമ്മളുമ്മയും പട്ടിണി കിട്ടിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കി. ആ ഉമ്മയും ഉപ്പയും അവർക്ക് സ്വർഗം കിട്ടണം. അതിനെന്ത് വേണം? മക്കളായ നമ്മൾ ഇനി എന്തെങ്കിലും ആ ഉപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണം. പെൺമക്കൾ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു കാലം കഴിഞ്ഞു പോയി പെൺമക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഭാര്യ പ്രസവിച്ചിരുന്നു, 8 പെൺമക്കളായിരുന്നു. ആ 8 പെൺമക്കളെയും ഞാൻ എൻ്റെ ഈ കൈ കൊണ്ടാണ് കുഴിച്ചു മൂടിയത് എന്ന് ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആ റസൂലുള്ള കരയുകയും ആ താടിരോമത്തിലൂടെ കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീഴുകയും ചെയ്തു എന്ന ചരിത്രത്തിൽ കാണാം. മറ്റൊരു സ്വഹാബി ഒരു സായാഹ്ന നേരം, വൈകുന്നേര സമയം തൻ്റെ സ്വഹാബികളായ കൂട്ടുകാരോട് സൊറ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ മുസ്ലിം ആകുന്നതിൻ്റെ മുമ്പ്, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഭാര്യ പ്രസവിച്ചിരുന്നു. പ്രസവിച്ചതൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയെ ജീവനോട് കുഴിച്ചുമൂടാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ഭാര്യ അതിന് സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞു വളരാൻ തുടങ്ങി. 4-5 വയസ്സ് പ്രായമായി. ആ പ്രായത്തിലെത്തിയപ്പോഴേക്കും നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. എന്താ കളിയാക്കുന്നറിയാം? പെണ്ണിൻ്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി എന്തു വന്നാലും ശരി എൻ്റെ മകളെ ഞാൻ കുഴിച്ചു മൂടുമെന്ന്. അങ്ങനെ ഈ സ്വഹാബി ചരിത്രം പറയാൻ, കഥ പറയാൻ. അങ്ങനെ ഭാര്യ വീട്ടിലില്ലാത്ത നേരത്ത് ഈ സ്വഹാബി വീട്ടിലേക്ക് വരികയും എന്നിട്ട് മകളുടെ 4-5 വയസ്സ് പ്രായമുള്ള മകളെ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു. ഉപ്പാൻ്റെ കൂടെ അല്ലേ പോകുന്നതെന്ന് കരുതിയിട്ട് വലിയ ആവേശത്തോടെ സന്തോഷത്തോടെ ആ ഉപ്പാൻ്റെ കൂടെ തന്നെ ഇവർ പുറപ്പെട്ടു. ആരുമില്ലാത്ത മരുഭൂമിയുടെ ആ വിജനതയിലെത്തിയപ്പോൾ ആ ഉപ്പ മകളെ അവിടെ ഇരുത്തി കുഴി കുഴിക്കാൻ തുടങ്ങി. ഈ മകളെ കുഴിച്ചു മൂടാനുള്ള കുഴിയാണ്. ഇത് ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഈ മോളി ഇങ്ങനെ ഉപ്പാനെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കാറ്റടിച്ചു വീശിയപ്പോൾ ആ മരുഭൂമിയിലെ മണൽത്തരികൾ പാറി വന്ന് ഈ ഉപ്പാൻ്റെ താടിരോമത്തിൽ പറ്റിപ്പിടിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന മോൾ ഓടി വന്നിട്ട് ആ താടിയിലെ മണ്ണെല്ലാം ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് മാറ്റി കൊടുത്തു. പക്ഷെ അപ്പോഴും ഉപ്പാൻ്റെ മനസ്സലിഞ്ഞില്ല. ഉപ്പ കുഴി ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി. ഈ മകളെ കുഴിച്ചിടാൻ പാകത്തിലുള്ള കുഴിയായപ്പോൾ ഈ ഉപ്പ മോളോട് പറഞ്ഞു, മോളെ ഈ കുഴിയിലേക്കൊന്ന് ഇറങ്ങിയെന്ന്. ഉപ്പയല്ലേ പറയണത്? ആ പൊന്നുമോൾ ആ കുഴിയിലേക്കൊന്ന് എടുത്തു ചാടി. നമ്മളെ വീട്ടിലുണ്ട് 4-5 വയസ്സ് പ്രായമുള്ള പെൺമക്കൾ. ആ അതേ പ്രായത്തിലുള്ള മോൾ ആ കുഴിയിലേക്ക് എടുത്തു ചാടിയപ്പോൾ ആ ഉപ്പ കുഴിയങ്ങ് മൂടാൻ തുടങ്ങി. ശരീരത്തിലേക്ക് മണ്ണ് വാരി എറിയുമ്പോൾ ആ മോൾ ഉപ്പാനോട് പറയുന്നുണ്ടായിരുന്നു, ഉപ്പാ ഉപ്പാ എനിക്ക് പേടിയാകുന്നു ഉപ്പാ എന്ന്. അതൊന്നും കേട്ടു നിൽക്കാതെ മണ്ണങ്ങ് വാരി എറിഞ്ഞെറിഞ്ഞ് കഴുത്തോളം മണ്ണെത്തിയപ്പോൾ ആ മകള് വായ തുറന്ന് കരഞ്ഞോട് പറഞ്ഞു പോലും, ഉപ്പാ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവരുതേ, ഉപ്പാൻ്റെ മോക്ക് പേടിയാകുന്നുണ്ട്. അപ്പോഴും ആ കുഴിയങ്ങ് മൂടുന്നതിനിടയിൽ ഒരു പിടി മണ്ണ് ആ മകളുടെ വായിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആ കുഴി മുഴുവനായി അങ്ങ് മൂടി ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു എന്ന് ആ സ്വഹാബി കഥ പറഞ്ഞ് കരയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, ആലോചിച്ച് നോക്ക്. പെണ്ണാണ് പ്രസവിക്കപ്പെട്ടതെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലം. ആ കാലഘട്ടത്തിലാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളംബരം ചെയ്തത്, ആണുങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആണാരാണെന്നറിയോ? പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറുന്നവനാണ് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ,
സ്ത്രീകളെ, സഹോദരിമാരെ ആലോചിച്ചു നോക്ക്. ഒരു നല്ല മുഅ്മിനത്തായി നമ്മൾ ജീവിക്കണം. നമ്മുടെ ആ ഈമാനിയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തഖ്വ നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുകയും വേണം. ആ മക്കൾ ഈ ഉപ്പാനെ ഉമ്മാനെ പരിപൂർണമായ രീതിയിൽ അംഗീകരിച്ച് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. ഉപ്പാൻ്റെ ഉമ്മാനെ വിഷമിപ്പിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്, നമ്മുടെ മക്കളിൽ ഉണ്ടാവരുത്. ഇതേപോലത്തെ ഒരു ക്ലാസ്, സ്ത്രീകളുടെ ക്ലാസ്സാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു 10-35 വയസ്സ് പ്രായമുള്ള പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പിന്നെ എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ ബർക്കത്തില്ല. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ബർക്കത്തില്ലാത്തതിൻ്റെ കാരണം എൻ്റെ ഉമ്മയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞേ, അത് ഉമ്മ നിസ്കരിക്കൂല, എപ്പം തിന്നാ ഉറങ്ങാന്ന് മാത്രമേ പരിപാടിയുള്ളൂ, നിസ്കരിക്കൂല. അപ്പോൾ നിസ്കരിക്കാത്ത ആൾ ബർക്കത്തുണ്ടെങ്കിൽ ബർക്കത്ത് ഉണ്ടാവില്ല എന്നല്ലേ. അതുകൊണ്ട് ഉസ്താദെ എൻ്റെ ഉമ്മ മരിക്കാൻ ഒന്ന് ദ്വാരക്കണേ എന്നോട് പറഞ്ഞതാ. ഉമ്മ മരിക്കാൻ ദ്വാരക്കണേ. ഞാനത് കേട്ടതാ, എൻ്റെ ചെവി കൊണ്ട് കേട്ടത്. ഉമ്മ മരിക്കാൻ ദ്വാരക്കുന്ന മക്കളെല്ലാം വന്നിട്ടുണ്ട് ഇപ്പം. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും റാഹത്തും വരണം. മക്കൾ ഉപകരിക്കണം. ഒന്നാമതായി നന്നായി ദുആ ചെയ്യുക, അള്ളാഹിനോട് ദുആ ചെയ്യുക. മക്കൾ ഉപകരിക്കണം, ഭാര്യ ഉപകരിക്കണം, ഭർത്താവ് ഉപകരിക്കണം. കുടുംബം സന്തോഷത്തിലാവണം. കുടുംബത്തിലേക്ക് കയറി പോകുമ്പോൾ സമാധാനവും സന്തോഷവും വരണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും നിർവഹിക്കണം. ദുആ കാണാതെ അറിയില്ലേ? അറിയോ? ഈ ദുആ പതിവാക്കുന്ന ഒരു ഉമ്മയും ഉപ്പയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ മക്കളെ കാര്യത്തിൽ കരയേണ്ടി വരില്ല, ഉറപ്പ്. കാരണം ഈ ദുആ പഠിപ്പിച്ചു തന്നത് അല്ലാഹുവാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുവേ, എൻ്റെ ഭാര്യയിലൂടെ, എൻ്റെ ഭർത്താവിലൂടെ, വദുർരിയാതിനാ എൻ്റെ മക്കളിലൂടെ, ഖുർറത അഅ്യുൻ കൺകുളിർമ നൽകണേ അല്ലാഹ്. ഭാര്യയും ഭർത്താവെല്ലാം കൺകുളിർമയാവണം. മാഷാ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഭാര്യനെ തന്നെ നാളെ സ്വർഗത്തിലും തരണേ അല്ലാഹ്. ആമീൻ. ഞാൻ പറഞ്ഞു, ഭാര്യ കേട്ടു. ഈ ഭർത്താവിനെ തന്നെ നാളെ സ്വർഗത്തിലും തരണേ അല്ലാഹ്. നല്ല റാഹത്തൊന്നും ഇല്ലല്ലേ? ഒന്ന് ഉഷാറിലെ പറ, ഈ ഭർത്താവിനെ തന്നെ നാളെ സ്വർഗത്തിലും തരണേ അല്ലാഹ്. എനിക്ക് ആമീൻ പറയാൻ അറിയാലേ. മുമ്പൊരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇവിടെ തന്നെ വരും. അന്നേരം തന്നെ ഭർത്താവ് പറഞ്ഞു, പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്? അങ്ങനത്തെ ഭാര്യ ഭർത്താവ് എന്നല്ലല്ലേ. നമുക്ക് ഈ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് സ്വർഗത്തിൽ പോകണം. നമ്മളെ മക്കളും കൂടെ ഉണ്ടാവണം. വേണോ വേണ്ടയോ? ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരുമിച്ച് സ്വർഗത്തിൽ പോകണം, ഭാര്യയും ഭർത്താവും മക്കളെല്ലാവരും. അതിന് ഒന്നാമതായി ദുആ ചെയ്യ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. ഖുർറത അഅ്യുൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്നറിയാം? കൺകുളിർമ. കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കൺകുളിർമ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറയില്ലേ മക്കളെ കൺകുളിർമയാക്കണേ? എന്താ കൺകുളിർമ എന്ന് പറഞ്ഞാൽ? കണ്ണിങ്ങനെ കുളിരല അല്ല. കൺകുളിർമ എന്ന് പറഞ്ഞാൽ സന്തോഷം. വെരി ഗുഡ്. കൺകുളിർമ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. അതായത് മക്കളെ കാണുമ്പോൾ എന്താ ഉണ്ടാവേണ്ടത്? പറ. മക്കളെ കാണുമ്പോ, ഭർത്താവിനെ കാണുമ്പോ അതന്നെ സന്തോഷം വരണം. ഭാര്യയെ കാണുമ്പോ സന്തോഷം വരണം. അങ്ങനത്തെ ഒരു ചുറ്റുപാടുണ്ട്. ഈ സന്തോഷം ഉണ്ടാക്കുന്ന ആൾ നമ്മൾ തന്നെയാണ്. പുറത്തുനിന്ന് ഒരാളും വന്നിട്ട് നമ്മളെ പേർക്ക് സന്തോഷം ഉണ്ടാക്കി തരില്ല. എൻ്റെ സന്തോഷം ആര് കണ്ടെത്തണം? ഞാൻ കണ്ടെത്തണം. എൻ്റെ ഇണയിലൂടെ, എൻ്റെ മക്കളിലൂടെ. മുമ്പൊരു ചെറുപ്പക്കാരൻ്റെ കല്യാണം കഴിഞ്ഞ് ഓന് ക്ലബിൽ ഇരുന്നിട്ട് രാത്രി 12 മണി 1 മണി വരെ ക്യാരം ബോർഡ് കളിക്കുന്ന ചെക്കനാ. പക്ഷെ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ ഓൻ 8 മണിയാകുമ്പോൾ തന്നെ പുറക്കേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇവനോട് ചോദിച്ചു, നീ എന്തിനാ ഇത്ര നേരത്തെ പുറക്കേക്ക് പോകുന്നത്? ഇവൻ പറഞ്ഞ എന്താ അറിയാം? പുറക്ക് ഭാര്യയുണ്ട്. അത്രക്ക് സന്തോഷത്തിലാണ് പറയുന്നത്. ഇതേ ചങ്ങാതി 4 മാസം കഴിഞ്ഞപ്പോ പിന്നെ രാത്രി 12 മണിയായിട്ട് പുറക്കേക്ക് പോകുന്നില്ല, ക്ലബിൽ തന്നെ. ഇവനോട് ചോദിച്ചു, നീ എന്താ പുറക്കേക്ക് പോകാത്ത? പുറക്ക് ഭാര്യയുണ്ട്. രണ്ടിനും ഒരേ മറുപടിയാ. സന്തോഷം നൽകുന്നതും വിഷമം നൽകുന്നതൊക്കെ നമ്മൾ തന്നെയാണ്. എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തണം. എൻ്റെ മക്കളെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമ ഉണ്ടാവണം. എൻ്റെ ഭാര്യയെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമ ഉണ്ടാവണം. എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ എനിക്ക് കൺകുളിർമ ഉണ്ടാവണം. ആ ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ വരണം. ഇൻഷാ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റുന്നേ. ഓക്കെ.
വളരെ ഫാസ്റ്റായിട്ട് ചെയ്തോ. റെഡി 1 2 3 എന്ന് പറയും. ആണുങ്ങളിലൊന്നും ഇരുന്നേ, ആണുങ്ങൾ കുറച്ചാളല്ലോ ഉള്ളൂ അല്ലേ. റെഡി 1 2 3 എന്ന് പറയും. 3 എന്ന് കേട്ട ഉടനെ 3 എന്തായാലും പറയും കേട്ടോ, നേരത്തെ പറഞ്ഞ് പറ്റിക്കൂല. അപ്പൊ 3 എന്ന് പറഞ്ഞ ഉടനെ നേരെ ബാക്കിലേക്ക് തിരിഞ്ഞ് ബാക്കിലുള്ള ഒരാൾക്ക് കൈ കൊടുക്കുക. റെഡി 1 2 3. അയ്യേ, പെണ്ണുങ്ങന്മാരെ നിങ്ങൾക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ലേ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബാക്കിലേക്ക് തിരിഞ്ഞാൽ പിന്നെ ബാക്കിൽ കൈ കൊടുക്കാൻ ആളുണ്ടാവോ? ആളുണ്ടാവൂല. ഇങ്ങനത്തെ നിങ്ങളോടാ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഇതെന്താവോ ആവോ ഒന്നും തിരിയുന്നില്ല. ഏതായിരുന്നാലും സാരമില്ല, ശ്രദ്ധിക്കുക, വാക്കുകൾ നന്നായി ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കൂലേ? ഹലോ, ശ്രദ്ധിക്കൂലേ? എന്ത് ശ്രദ്ധിക്കാൻ? ഇത് 4ാമത്തെ തവണയാണ് തെറ്റിക്കുന്നത്. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ 3 തെറ്റിച്ചു, ഇതിപ്പോ 4ാമത്തെ തവണയാണ്. ഏതായാലും കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാം. അള്ളാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കൾ നമുക്ക് ഉപകരിക്കണം, മക്കൾ വഴിതെറ്റി പോകരുത്. അതോടൊപ്പം തന്നെ മക്കൾക്ക് ഉമ്മാന്റെ ഉപ്പാന്റെ മഹത്വം തിരിച്ചറിയണം. ഈ ഉമ്മാന്റെ ഉപ്പാന്റെ മഹത്വം ആര് പറഞ്ഞു കൊടുക്കണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങളിൽ നിന്ന് ഉപ്പാനോട് ഉമ്മാനോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അവർ എന്താവട്ടെ കണ്ടുപഠിക്കട്ടെ. ഓക്കെ ഓക്കെ. ഉമ്മാനോട് സ്നേഹം പ്രകടിപ്പിക്കുക, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഉമ്മാനോട് സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഉമ്മാനും ഉപ്പാനെ സ്നേഹിക്കണ്ട. കാരണം സ്നേഹം നിങ്ങൾക്ക് ഓവറാണ്. ഇനിയിപ്പോൾ ഇല്ലാത്ത സാധനം സ്നേഹ പ്രകടനമാണ്. സ്നേഹപ്രകടനം കുറവാണ്. സ്നേഹമുണ്ട്, പ്രകടനം കുറവ്. ഉമ്മാനോട് ഭയങ്കര സ്നേഹം, പക്ഷെ ഉമ്മാനോട് വർത്താനം പറയുമ്പോൾ ആ പ്രകടനം കാണുന്നില്ല. ചിലപ്പോൾ തൊട്ടതിനെ കുറിച്ച് എനിക്ക് ദേഷ്യം പിടിക്കലുണ്ട്. സ്നേഹപ്രകടനം നിങ്ങൾ ഉമ്മാനെ നന്നായിട്ട് പ്രകടിപ്പിക്കുക. സ്നേഹം അതാര് കാണട്ടെ? മക്കള് കാണട്ടെ. സ്നേഹപ്രകടനം ഏറ്റവും പ്രധാനം. അത് മക്കളോട് മാത്രമല്ല കേട്ടാ, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും നല്ലോണം സ്നേഹം പ്രകടിപ്പിക്കണം. പിന്നെ ഏതെങ്കിലും ഉപ്പാപ്പ ഉണ്ടെങ്കിൽ അവർ വിചാരിക്കും ഇതെന്തിനാപ്പ ഇനി വയസ്സാം കാലത്തെല്ലാം പ്രകടിപ്പിക്കുന്നെന്ന്. ഉപ്പാപ്പ നല്ലോണം പ്രകടിപ്പിച്ചോ. പിന്നാലത്തെ പത്രത്തിലുണ്ട് ഉമ്മാമ ഒളിച്ചോടി പോയത്. ഇതൊക്കെ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടാകും. ഉമ്മാമ ഒളിച്ചോടി പോയതല്ല, മറിച്ച് ഇത് പ്രകടിപ്പിക്കുക എന്നുള്ളത്. സ്നേഹം പ്രകടിപ്പിച്ചേ മതിയാവും. ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, പ്രകടനം കുറവാണ്. പെണ്ണുങ്ങൾ അങ്ങനെയല്ല, പെണ്ണുങ്ങൾ നല്ലോണം സ്നേഹം പ്രകടിപ്പിക്കും. പക്ഷെ എന്നാലും മക്കളുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ പ്രകടനം കുറയും. ഉദാഹരണം, ഉമ്മ 3 വയസ്സുള്ള പെൺകുട്ടി ഓടിപ്പോകുമ്പോൾ വീണുപോയി, നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന 3 വയസ്സുള്ള മോളില്ലേ, മോള് വീണുപോയി, നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ ഓടിപ്പോകും, എന്നിട്ട് എടുക്കും, എന്നിട്ട് 2 കൊടുക്കാനാണ്. നിങ്ങൾ വെറുതെ പെണ്ണുങ്ങളെ കുറിച്ച് വേണ്ടാത്ത പറയല്ലേ. നിങ്ങൾ എന്താ ചെയ്യാ? തടവിക്കൊടുക്കും, തടവിക്കൊടുക്കും. പിന്നെന്തെങ്കിലും ആ കുട്ടികളോട് പറയാം, 3 വയസ്സുള്ള കുട്ടിയോട് സാരമില്ല എന്ന് പറയും, ശരിയല്ലേ? എന്നിട്ടോ കുട്ടിയുടെ വിഷമം തീരൂല, സാരമില്ല മോളെ എന്ന് പറയും. എന്നാലും വിഷമം തീരൂല. അപ്പൊ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ആ 3 വയസ്സുള്ള കുട്ടിയുടെ നെറ്റിയിൽ മുത്തം കൊടുക്കും. യെസ് ഓർ നോ? യെസ്. എന്നാ വീണത് 3 വയസ്സുള്ള കുട്ടിയല്ല, 13 വയസ്സുള്ള നിങ്ങളെ മോളാ. എന്തെങ്കിലും പറയാ? എന്റെ അലാക്കിന്റെ ഓട്ടം നീ അങ്ങനെ തന്നെ വേണം, മര്യാദക്ക് നടന്നുകൂടെ, നീ എനിക്ക് കണ്ണു മൂക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര വർത്താനായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ദേഷ്യം തോന്നില്ല. ആ വീണ് കിടക്കുന്ന മോളോട് ചോദിക്കും, കേടിക്കൽ വേദന ആയിനാ? ഉമ്മാന്റെ സ്വഭാവം അറിയുന്നോണ്ട് തന്നെ മോള് പറയും, ഏടിയും വേദന ഒന്നും ആയിട്ടില്ല, എനിക്കെല്ലാം ഏടിക്കലും വേദന ആവണമായിരുന്നു, എന്നാലും നീ എല്ലാം പഠിക്കുന്നുള്ള ഡയലോഗ് കൂടുതൽ അങ്ങ് പോകും. അതായത് 3 വയസ്സുള്ള കുട്ടിയോട് കാണിക്കുന്ന സ്നേഹപ്രകടനം ആരോട് കാണിക്കുന്നില്ല? 13 വയസ്സുള്ള കുട്ടിയോട് കാണിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ കുട്ടികളോട് മാത്രമല്ല, നിങ്ങൾ ഉപ്പാനോട് ഉമ്മാനോട് സ്നേഹം പ്രകടിപ്പിക്കും. ആ പ്രകടനം ആര് കാണട്ടെ? മക്കള് കാണട്ടെ. അതിൽ ഒന്നാമത്തെ പ്രകടനം ഞാൻ പറയാം. നിങ്ങൾ ഉപ്പാനോട് ഉമ്മാനോട് സലാം പറയലില്ലേ? ഉപ്പ അല്ലെങ്കിൽ ഉമ്മ ജീവിച്ചിരിപ്പുള്ളവരൊന്ന് കൈവയ്ക്കാൻ. ഒന്നിലേക്ക് ഉപ്പ, എല്ലാവരും അധികങ്ങളുണ്ട്. നിങ്ങൾ ഉമ്മാനെ കാണുമ്പോൾ സലാം പറയലില്ലേ? സലാം പറയലുണ്ടാ? സലാം പറയുന്ന മക്കളെല്ലാം കൈവയ്ക്കാൻ. വെരി ഗുഡ്. അടുത്തൊരു ചോദ്യത്തിന് ഉത്തരം കൂടി പറയണം. സലാം പറയുമ്പോൾ എല്ലാം കൈ പിടിക്കുന്നവർ കൈവയ്ക്കാൻ ആരുമില്ല, ആകെ 2 3 4 ആള്. ഓക്കെ. ഉമ്മ
ആകെ 2-3 ആളേ ഉള്ളൂ ഉമ്മാനോട് സലാം പറയുമ്പോൾ കൈ പിടിക്കുന്നത്, ഉപ്പാനോട് സലാം പറയുമ്പോൾ കൈ പിടിക്കുന്നത്. സലാം പറയുമ്പോൾ കൈ പിടിക്കണം. അത് ഭർത്താവിനോടാണെങ്കിൽ പോലും കൈ പിടിക്കണം. മാപ്പിളിനോടാണ് കൈ പിടിച്ചിട്ടാ സലാം പറയാനേ വുദു മുറിയില്ലേ? എനിക്കെന്താ ഒരു വുദുവില്ല, എന്നാലും കൈ പിടിക്കില്ല. ഇനി ഇന്നത്തെ ക്ലാസ്സെല്ലാം കേട്ട ഹാങ് ഓവറിൽ ഇവള് ഇന്ന് വൈകുന്നേരം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മാപ്പിള ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ്സിന് വരാത്ത മാപ്പിളല്ലേ, ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ടാവും. ക്ലാസ് കേട്ട ഹാങ് ഓവറിൽ ഇവൾ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും. മാപ്പിള അന്നേരം തന്നെ എനിക്ക് പിരാന്തായ ഉറപ്പായിട്ടും ചോദിക്കും. പക്ഷെ അതൊരു തവണ ചോദിക്കും, പിന്നെ ചോദിക്കൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിന്റെ വീട്ടിൽ ഇന്ന് ഉമ്മ സദസ്സിൽ വന്നവരൊന്ന് കൈവൊക്കെ, ഉമ്മ സദസ്സിലുള്ളത് മാഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുപോലെ ഉമ്മ പോലെ ഉമ്മ എടുത്തന്നെ ഇരിക്കേ. ഉമ്മാനോട് ഈ സലാം പറയുമ്പോൾ കൈ പിടിച്ചിട്ട് സലാം പറയണം. പറയുമ്പോഴൊക്കെ അങ്ങനെ ആവണം. ഉപ്പാനോട് സലാം പറയുമ്പോൾ കൈ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഉമ്മ താമസിക്കുന്നത്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരെ ആ ഉമ്മാന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ആ രോഗിയായി കിടക്കുന്ന ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഉമ്മാന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞിട്ട് ഉമ്മാന്റെ നെറ്റിയിൽ മുത്തം കൊടുത്തിട്ട് ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും പോലും, അല്ലാഹുവേ എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഗുണം ചെയ്തു തന്നതുപോലെ ഈ ഉമ്മാന്റെ പ്രായമായ അവസ്ഥയിൽ ഉമ്മാക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ. അന്നേരം ആ ഉമ്മ ആമീൻ പറയും. ശേഷം ആ ഉമ്മ പറയും പോലും, അല്ലാഹുവേ എന്റെ ഈ പ്രായമായ അവസ്ഥയിലും എനിക്ക് ഗുണം ചെയ്തു തരുന്നത് പോലെ ഈ ഉമ്മായുടെ ഈ മകന്റെ എല്ലാ അവസ്ഥയിലും ഈ മകനോട് നീ കരുണ കാണിക്കണേ അല്ലാ. എന്നാ ഉമ്മ ഇങ്ങോട്ടും ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്തിട്ടല്ലാതെ പരസ്പരം കൈപിടിച്ച് സലാം പറഞ്ഞ് പരസ്പരം ദുആ ചെയ്തിട്ടല്ലാതെ ഒരു ദിവസം പോലും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മൂപ്പരുടെ ഉമ്മ അപ്പുറത്തെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്നിട്ടാ എല്ലാ ദിവസവും അപ്പുറം പോയിട്ട് കൈ പിടിച്ച് സലാം പറഞ്ഞ് ഇങ്ങനെ ദ്വാരക്കണത്. നമ്മള് പൊരക്കന്നെ ഉമ്മയുണ്ട്, പക്ഷെ കയറി പോകുമ്പോ സലാം പറയുമ്പോൾ എന്താക്കുന്നില്ല, കൈ പിടിക്കുന്നില്ല. ഇനി കൈ പിടിക്കോ ഇല്ലയോ? പിടിക്കൂല അല്ലെ? കൈ പിടിക്കാൻ ഉമ്മാനോട് സലാം പറയുമ്പോൾ കൈ പിടിക്കാൻ തയ്യാറുള്ളവരെല്ലാം ഒന്ന് വലത്തെ കൈ ഉയർത്താതിരുന്നാട്ടെ. അപ്പൊ മാഷാ അല്ലാഹ് നിങ്ങളെല്ലാം കൈ പിടിച്ചിട്ട് തന്നെ സലാം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഉമ്മാനോട് ഉപ്പാനോട് കൈ പിടിച്ച് സലാം പറയുന്നത് ആര് കാണട്ടെ? പറ, മക്കള് കാണട്ടെ. ഓട്ടോമാറ്റിക്കലായിട്ട് മക്കളെ നമ്മൾ അനുസരിക്കും അല്ലേ? ശരി. ഇനി രണ്ടാമത്തത്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടൊരു ബഹുമാനം തോന്നണമെങ്കിൽ നിങ്ങൾ ആരോട് ബഹുമാനം കാണിക്കണം? പറ, ഉമ്മാനോട് ഉപ്പാനോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം. ഉമ്മയിപ്പയും വരുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ഇതാര് കാണണം? മക്കൾ കാണണം. നിങ്ങളുടെ ഉമ്മ ഉപ്പ കയറി വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റിരിക്കാതെ ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ തിരക്കിൽ ഇങ്ങനെ മുഴുകുകയാണെങ്കിൽ ഇതേ പ്രതികരണമായിരിക്കും നിങ്ങളെ മക്കൾക്ക് നിങ്ങളോടുണ്ടാവും. കാരണം അവരിതെല്ലാം പഠിച്ചത് ആരിൽ നിന്നാണ്? നിങ്ങളിൽ നിന്നാണ്. ശരിയോ തെറ്റോ? നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ കാണട്ടെ എങ്ങനെയാണ് ഉപ്പാനോട് ഉമ്മാനോട് പെരുമാറേണ്ടത് എന്ന്. ശരിക്കും ഉമ്മാനോടുള്ള പെരുമാറ്റത്തിൽ കിതാബിൽ പറയുന്നത് എന്താണെന്നറിയാം? ഉമ്മാന്റെ മുന്നിലൂടെ നടക്കരുത്. ഇങ്ങനെ ഉമ്മാന്റെ മുന്നിലൂടെ നടക്കരുത്. ഒന്ന്, ഉമ്മാനോട് ഉറക്കെ സംസാരിക്കരുത്. എന്തിനാണ് അപ്പുറം നോക്കിയാൽ നിങ്ങളെ കൊണ്ടെടുക്കാറന്നെ എന്ന് പറയരുത്. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉറക്കെ സംസാരിച്ചത് നിങ്ങൾ ഉമ്മാനോടെന്ന് ആര് പറയുന്നറിയോ? നിങ്ങളെ മക്കൾ പറഞ്ഞു തരും. നിങ്ങളെല്ലാ കഥയും മക്കൾ വന്നിട്ട് പറഞ്ഞു തരും. ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരും. അതായത് നിങ്ങളുടെ ഉമ്മാനോട് നിങ്ങളുടെ ഉമ്മാമാനോട് എങ്ങനെയാ പെരുമാറുന്നത്? ഉറക്കെ സംസാരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടാ? ഉറക്കെ സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ബഹുമാനമില്ല. ബഹുമാനം ഉണ്ടാവണം. ഓക്കെ, അതിന് ഈ ബഹുമാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഈ ഉമ്മയിൽ നിന്ന് ഹറാമായതൊന്നും മക്കൾ കാണരുത്. ഓക്കെ, ഉമ്മയിൽ നിന്ന് ഹറാമായ സംഗതികളൊന്നും ആര് കാണരുത്? മക്കൾ കാണരുത്. നമ്മൾ വിചാരിക്കും നമ്മളെ മക്കളല്ലേ, നമ്മളെ ഫുള്ളായിട്ട് അറിയുന്ന മക്കളല്ലേ, അതുകൊണ്ട് ഉമ്മ മക്കളെ മുന്നിൽ തന്നെയാണ് ഹറാമായ വീഡിയോ കാണുന്നത്, സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത്, ഹറാമായ വർത്താനങ്ങൾ പറയുന്നത് മക്കളെ മുന്നിൽ നിന്നാണ്.
ഒരു കാരണവശാലും മക്കളെ മുന്നിൽ നിന്ന് ഉപ്പി ഉമ്മി ഹറാം ചെയ്യരുത്. ചെയ്യുന്നത് കണ്ടാൽ മക്കൾക്ക് ഉമ്മാനോട് ഉപ്പാനോടുള്ള ബഹുമാനം നഷ്ടപ്പെടും. അത് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്നോട് നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാ? വെറുതെ ചോദിച്ചു, ഒരു ബഹുമാനമില്ല. ഈ ക്ലാസ് എടുക്കാൻ വന്ന എന്നോട് നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടോ ഇല്ലയോ? ഉറപ്പാ? അപ്പൊ പിന്നെ ബഹുമാനം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല നിങ്ങൾ അനുസരിക്കൂലേ? അന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ അനുസരിക്കൂലേ? ഇപ്പം തന്നെ അനുസരിക്കാൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെ പ്രകടനം കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ശരിയാണ്, അനുസരിക്കും. പക്ഷെ ഒരു ദിവസം നിങ്ങൾ കണ്ണൂർ ടൗണിൽ വന്നപ്പോൾ അവിടുത്തെ ഒരു ടാക്കീസ്, സിനിമ തിയേറ്റർ, ഈ സിനിമയിലും കാണുന്ന സ്ഥലമില്ലേ, അതിനാ ടാക്കീസ് എന്ന് പറയും. അപ്പോൾ ആ ടാക്കീസിൽ അതിൻ്റെ സൈഡിലൂടെ നിങ്ങൾ നടന്നു പോവാണെന്ന് സങ്കല്പിക്കുക. സങ്കല്പനാണ്, അങ്ങനെ സങ്കല്പിക്കുക. നിങ്ങൾ നടന്നു പോവാണ്. പെട്ടെന്ന് ആ സിനിമയെല്ലാം കണ്ടിട്ട് കുറേ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാള്. ആരാന്നറിയാം? ഉസ്താദ്. നല്ല മതിപ്പാന്നല്ലേ? നല്ല മതിപ്പാ ഉസ്താദ്. അപ്പൊ ഏതായിരുന്നാലും ഉസ്താദ് ആര്? ഞാൻ തന്നെ. എന്നെയാണ് നിങ്ങൾ കണ്ടത്. ഇനി പറ, ഞാനിവിടെ വയല് പറയാൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്നോട് ബഹുമാനം ഉണ്ടാവോ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പ്. എന്തുകൊണ്ട് ബഹുമാനം നഷ്ടപ്പെട്ടു? നമ്മൾ ബഹുമാനിക്കുന്ന ഒരാള് ഹറാമ് ചെയ്യുന്നത് കണ്ടപ്പോ യെസ് ഓർ നോ? എന്നാൽ ഇതിനേക്കാൾ ബഹുമാനം മക്കൾക്ക് നഷ്ടപ്പെടും. എപ്പോഴാണെന്നറിയാം? ഉപ്പി ഉമ്മി ഹറാമ് ചെയ്യുന്നത് മക്കൾ കണ്ണുകൊണ്ട് കണ്ടാൽ. ഒരു കാരണവശാലും ഈ ഉമ്മാന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റായ സാധനം മക്കൾ കണ്ടുപോകരുത്. ഉമ്മ മരിച്ച് കൊല്ലം കഴിഞ്ഞാലും മക്കൾ പറയേണ്ട ഡയലോഗ് എന്തായിരിക്കണം എന്നറിയാം? എനിക്ക് തഖ്വയും ഭയഭക്തിയെല്ലാം തോന്നുന്നത് എൻ്റെ ഉമ്മാനും ഉപ്പാനെയും കാണുമ്പോഴാണ്. എൻ്റെ ഉമ്മാൻ്റെ ജീവിതം എന്ന് പറയണം. മറിച്ച് എപ്പോൾ നോക്കിയാലും സിനിമയും കണ്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഹറാമും കണ്ട് ജീവിക്കുന്ന ഉമ്മാനെ കുറിച്ച് ഒരിക്കലും മക്കളെ അഭിപ്രായം പറയൂല. ഇരിക്കട്ടെ, ഏതായിരുന്നാലും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് മക്കൾ കാണണം. കൈപിടിച്ചിട്ട് തന്നെ സലാം പറയണം ഇൻഷാ അല്ലാഹ്. അതേപോലെ വല്ലപ്പോഴും നിന്റെ ഉമ്മാന്റെ നെറ്റിയിൽ നീ മുത്തം കൊടുക്കണം. ഹലോ, ഉമ്മ ജീവിച്ചിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ചോദിക്കാൻ. നേരത്തെ ഒരുപാട് ആൾ കൈവക്കിയല്ലോ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും ഉമ്മാക്ക് മുത്തം കൊടുത്തവരെന്ന് കൈവക്കിയാട്ടെ. 5-8 ആളുകൾ. ഓക്കെ, ഉമ്മാന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുക. നിങ്ങൾ ഉമ്മാക്ക് ഉപ്പാക്ക് മുത്തം കൊടുക്കുന്നത് ആര് കാണട്ടെ? മക്കൾ കാണട്ടെ. അവരോട് പ്രത്യേകിച്ച് വേറെ വയലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഉമ്മാനോടും ഉപ്പാനോടും മുത്തം കൊടുത്ത് ആ രീതിയിൽ അവരോട് പെരുമാറുക. എപ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല, വല്ലപ്പോഴും. ഞാനൊരു കാര്യം പറയട്ടെ, മുത്തം കൊടുക്കുക എന്ന് മാത്രമല്ല, ഒന്ന് നോക്കിയാൽ തന്നെ കൂലിയാണ് ഉമ്മാന്റെ മുഖത്തേക്ക്. ശരിയോ തെറ്റോ? നോക്കിയാൽ തന്നെ കൂലി കിട്ടുന്ന 4 സ്ഥലമുണ്ട്. പക്ഷെ 3 എണ്ണം നിങ്ങൾ എനിക്ക് പറഞ്ഞുതരും ഇങ്ങോട്ട്. 4ാമത്തെ നിങ്ങൾക്ക് അറിയും, പക്ഷെ പറയൂല. ചോദിക്കണം. നോക്കിയാൽ തന്നെ കൂലി കിട്ടുന്ന 4 സ്ഥലം. 1, ആരും പറയൂലല്ലോ. ഖുർആൻ നോക്കിയാൽ തന്നെ കൂലിയാണ്, മാഷാ അല്ലാഹ്. 2, കഅബ നോക്കിയാൽ തന്നെ കൂലിയാണ്, മാഷാ അല്ലാഹ്. 3, ആ ഉമ്മാന്റെ മുഖം നോക്കിയാൽ തന്നെ കൂലിയാണ്, മാഷാ അല്ലാഹ്. 4ാമത്തെ ഇങ്ങനെ പറയൂലേ? പറ, 4ാമത്തെ എന്താ? ഉറപ്പാ 4ാമത്തെ പറയൂലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 4ാമത്തെ എന്താ അറിയാത്തോണ്ടല്ല, പറയൂല. എന്തുകൊണ്ടല്ല? ഭർത്താവിന്റെ മുഖം. അതന്നെ. അതുകൊണ്ട് ഞാൻ പറയൂല. നോക്കിയാൽ തന്നെ കൂലിയാ. നിങ്ങൾ ബേജാറല്ലേ? ഞാൻ ഒരു തമാശക്ക് പറഞ്ഞതാണ്. നോക്കിയാൽ തന്നെ കൂലിയല്ലേ? സത്യമായിട്ടും കൂലിയാണ്. നോക്കിയാൽ തന്നെ കൂലി കിട്ടും. അത് ഭാര്യന്റെ മുഖം അങ്ങനെ തന്നെ, നോക്കിയാൽ തന്നെ കൂലി കിട്ടും. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് പോയി ഇവിടെ മാപ്പിടും, അവിടെ എനിക്ക് നോക്കട്ടെ എന്നൊക്കെ പറയും. സംഭവം ശരിയാ, നോക്കിയാൽ തന്നെ കൂലിയാണ്. അതേപോലെ നോക്കിയാൽ കൂലിയാണ് ഉമ്മാന്റെ മുഖം, നോക്കിയാൽ കൂലി. എന്നാ നോക്കിയാൽ കൂലി കിട്ടുന്ന നിന്റെ ഉമ്മാന്റെ ആ പ്രായം ചെന്ന ഉമ്മയുടെ ചുക്കിച്ചുളിഞ്ഞ നെറ്റിത്തടത്തിലേക്ക് നീ ഒരു മുത്തം കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് എത്രയാണ് കൂലി എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണ്. ഉമ്മാന്റെ നെറ്റിയിൽ തൊട്ടടുത്തിരിക്കുന്നില്ലേ നിന്റെ ഉമ്മ? ആ ഉമ്മാന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു കഴിഞ്ഞാൽ
നിനക്കൊരു ഹജ്ജ് ചെയ്തതിന്റെ കൂലിയുണ്ടെന്ന് കളവ് പറയാത്ത, പൊളിവാക്ക് പറയാത്ത, പുലഭ്യം പറയാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം, ഉമ്മാന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുന്ന മക്കൾ നരകത്തിൽ പോകൂല. നമ്മളൊരു ചങ്ങായിയുണ്ട്, ഒരു പ്രഭാഷകനാണ്, ഒരു ഉസ്താദാണ്. മൂപ്പര് ഈ ഹദീസ് കേട്ടു, ഉമ്മാന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കുന്ന മക്കൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. മൂപ്പര് എന്താക്കിയെന്നറിയാം, വേഗം ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് പോയി. കാരണം മൂപ്പർക്ക് എന്ത് ശീലമില്ല, ഉമ്മാക്ക് മുത്തം കൊടുക്കുന്ന ശീലമൊന്നുമില്ല. പക്ഷെ ഹദീസ് കേട്ടപ്പോൾ മൂപ്പര് തീരുമാനിച്ച് എന്തായാലും മുത്തം കൊടുക്കണം, എന്നിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നേരെ വീട്ടിലെത്തിയ വയസ്സായ ഉമ്മ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഉമ്മാന്റെ അടുത്ത് പോയി ഇങ്ങനെ നിന്ന് പെട്ടെന്ന് കയറി മുത്തം കൊടുക്കാൻ കഴിയില്ലല്ലേ, ഇത് ശീലമില്ലാത്ത പരിപാടിയല്ലേ. അപ്പൊ ഒന്ന് പറഞ്ഞ് ശരിയാക്കണ്ടേ. അപ്പൊ ഈ ഉസ്താദ് തലയിക്കെട്ടെല്ലാം കെട്ടിയിട്ട് പ്രസംഗിക്കുന്ന ഈ ഉസ്താദ് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തലയും ചൊറിഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഉമ്മാന്റെ നെറ്റിയിൽ മുത്തം തന്നാല് മക്കൾ നരകത്തിൽ നല്ല രക്ഷപ്പെടും. അന്നേരം തന്നെ ബുദ്ധിയുള്ള ഉമ്മാക്ക് മനസ്സിലായി ഇതെനിക്ക് മുത്തം തരാനുള്ള പരിപാടിയാ. ഉമ്മ കണ്ണട അയച്ചു വെച്ചു. അന്നേരം ഈ ഉസ്താദ് ഈ പ്രായം ചെന്ന ഈ ഉമ്മ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ മുത്തം കൊടുത്തു. മുത്തം കിട്ടലോടെ ആ ഉമ്മ കരയാൻ തുടങ്ങി. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, അല്ല ഉമ്മ, ഞാൻ മുത്തം തരുമ്പോൾ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ടത്. അന്നേരം ആ വയസ്സായ ഉമ്മ പറയാം, മോനെ, നീ എനിക്ക് മുത്തം തന്നിട്ട് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, അതുപോലെ ഈ ഉമ്മാക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് മോനെ. പക്ഷെ ഈ ഉമ്മാക്ക് മുത്തം കൊടുക്കാൻ ഈ ഉമ്മാൻ്റെ ഉപ്പിയും ഉമ്മയും ജീവിച്ചിരിപ്പില്ലല്ലോ. ഉമ്മ, നിങ്ങൾക്കും അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. ഉമ്മ ജീവിച്ചിരിപ്പുള്ളവർ കൈ ഉയർത്തിയില്ലേ കുറേ ആളുകൾ. നിങ്ങൾക്കൊരു ദിവസം വരാനുണ്ട്. വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ഉമ്മയില്ലാത്തൊരു ദിവസം. നിന്റെ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ നിന്റെ ഉമ്മാൻ്റെ മയ്യത്ത് കാണുന്ന ദിവസം. അന്ന് നമ്മൾ നെറ്റിക്ക് മുത്തെല്ലാം കൊടുക്കും. മരിച്ച് മയ്യത്തായി കിടക്കുന്ന ഉമ്മാക്ക് എന്തിനാ നിന്റെ മുത്തം? ജീവിച്ചിരിക്കുന്ന ഉമ്മാൻ്റെ നെറ്റിയിൽ മുത്തം കൊടുക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മാൻ്റെ മനസ്സിന് സമാധാനം കൊടുക്കാത്ത നമ്മൾ എന്തിനാ? ഉസ്താദ്, ഞാൻ നല്ലോണം സമാധാനം കൊടുക്കലുണ്ട്. എന്ത് സമാധാനം? എൻ്റെ വീട്ടിലെ ഉസ്താദ് ഉമ്മ താമസിക്കല്. എന്നിട്ട് എന്താ നീ പലപ്പോഴും ഉമ്മാൻ്റെ കണ്ണ് നിറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് പിന്നെ ഈ വയസ്സാം കാലത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ ദേഷ്യം പിടിക്കൂലേ? അങ്ങനെ നീ ചെറിയ പ്രായത്തിൽ ചെയ്യുന്നതിനെല്ലാം ഉമ്മ ദേഷ്യം പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീ ജീവനോടെ ബാക്കിയുണ്ടാവും. ആലോചിച്ച് നോക്കൂ, എത്ര തവണ നിസ്സാരമായ കാര്യത്തിൻ്റെ പേരിൽ ഉമ്മാനോട് കയറൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കത് തിരിയും. ആർക്കാന്നറിയാം? ഉമ്മ മരിച്ചവർക്ക്, ഉപ്പ മരിച്ചവർക്ക് അത് തിരിയും. ഉപ്പയും അടുത്തുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നേരത്തെ കുറേ ആൾ കൈവക്കിയില്ലേ, ഭൂരിഭാഗം 90% ആൾ കൈവക്കിയില്ലേ ഉമ്മയും ഉപ്പയും ഏതെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ചിലപ്പം തിരിയണമെന്നില്ല. തിരിയണമെങ്കിൽ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ ആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് കാണുന്നൊരു ദിവസം വരണം. അതുവരെ കാത്തു നിൽക്കല്ല. ഞാൻ പറയട്ടെ, നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയണം? നിങ്ങൾ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന സമയം. നിങ്ങൾ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന സമയമാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല സമയം. അത് മനസ്സിലാവണമെങ്കിൽ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടികളോട് ചോദിച്ചു. ഞാനൊരു ദിവസം എൻ്റെ കാറിൽ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോവാണ്. ഒരു വയലിന് രാത്രി പോവാണ്, മഗ്‌രിബിനോട് അടുത്ത സമയം. അപ്പോൾ ഒരു ചെക്കൻ എൻ്റെ കാറിന് കൈ നീട്ടി. 17 വയസ്സുള്ള +2 പഠിക്കുന്ന ചെക്കനാണ്. എനിക്ക് പരിചയമൊന്നുമില്ല, പിന്നെ പരിചയപ്പെട്ടതാണ്. അവൻ സംസാരിക്കുമ്പോൾ അവന് വിക്കുണ്ട്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വിക്കോടുകൂടിയാണെങ്കിലും അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദെ ഞാനും കയറിക്കോട്ടെ ആന്ന് പറഞ്ഞു. അവനെ വാഹനത്തിൽ കയറ്റി. വാഹനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ ഇപ്പോൾ എവിടുന്നാ വരുന്നത്? അവൻ പറഞ്ഞു, ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്ന്. മോനെ, എൻ്റെ ഉമ്മ മരിച്ചിട്ട് 1 വർഷമായി ഉസ്താദെ. ഞാൻ ചോദിച്ചു, ഉപ്പയോ? ഉപ്പ മരിച്ചിട്ട് 3 കൊല്ലമായി. ഉപ്പയുമില്ല ഉമ്മയില്ല, വിക്കുണ്ട്, സംസാരിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ തപ്പിത്തടഞ്ഞിങ്ങനെ സാവധാനത്തിൽ പറയാം. ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? ഉപ്പാപ്പാൻ്റെ കൂടെ. ഉപ്പാപ്പാക്ക് എന്താ പണി? ഉപ്പാപ്പാക്ക് പണിയുന്നില്ല, രോഗിയാണ്, വീട്ടിൽ കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഭക്ഷണം ചെലവ് കഴിയുന്നത് എങ്ങനെയാണ്? അത് അയൽവാസികൾ കൊണ്ട് തരുമോ? +2 പഠിക്കുന്നു, തിന്നാൻ അയൽവാസികളാണ് കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ എന്നിട്ടും പഠനം നിർത്തിയിട്ടില്ല.
കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ഞാൻ അവനോട് കുറേ സംസാരിച്ചു. ഏകദേശം മഗ്‌രിബിനോട് അടുത്ത സമയം അവൻ ഇറങ്ങാനുള്ള സ്ഥലത്ത് കാറ് സൈഡാക്കി വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കരഞ്ഞൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല ഈ അടുത്തൊന്നും. ആ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ എന്നോട് ചോദിക്കാം, ഉസ്താദെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് വിഷമാവോ? ഞാൻ ഇല്ല, എന്താ? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞു, എടാ ഉപ്പിയും ഉമ്മയും ഇല്ലാത്ത നീ എന്നോട് എന്ത് ചോദിച്ചാലും എനിക്കൊരു വിഷമമില്ല. അന്നേരം അവൻ എന്നോട് ചോദിക്കണം, എന്നാൽ ഉസ്താദെ എനിക്കൊരു ചിക്കൻ വാങ്ങിത്തരും, കോഴി വാങ്ങിത്തരും. ഞാൻ എന്നെ സ്വയം നിയന്ത്രിച്ച് അവനക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. സന്തോഷത്തോടെ അവനെ പറഞ്ഞയച്ചു. അവൻ കാറിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ മനസ്സിൽ ആഗ്രഹം വന്നപ്പോൾ അതൊന്ന് ചോദിച്ചു വാങ്ങാൻ ഉപ്പി ഉമ്മി അടുത്തില്ലാത്ത മക്കളുണ്ട്. ആ മക്കൾക്കറിയാം ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും വില എത്രയാണ്. ആ മക്കൾക്കേ അറിയൂ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും വില എത്രയാണ്. ഉപ്പ നിങ്ങളെ മുന്നിലുണ്ടാ, ഉമ്മ നിങ്ങളെ മുന്നിലുണ്ടാ, നിങ്ങൾക്ക് വില തിരിയുകയില്ല, വില അറിയൂല. വില അറിയുന്ന ദിവസം വരും, അന്നേ നമുക്ക് തിരിയും. അതുവരെ നമ്മളിങ്ങനെ കാത്തുക്കും. പക്ഷെ തിരിയുമ്പോഴേക്ക് ഉപ്പിയും അടുത്തുണ്ടാവില്ല. ഞാനിപ്പോൾ രാത്രി വായതെല്ലാം കഴിഞ്ഞ് വന്ന് രാത്രി 12 മണിക്കോ അല്ലെ 2 മണിക്കോ ഉറങ്ങാൻ കിടന്ന് ഉറക്കിലേക്ക് അങ്ങ് പോകുമ്പോൾ ചെറിയ കുഞ്ഞ് എഴുന്നേറ്റ് കരയുമ്പോൾ ഞാനിങ്ങനെ എണീച്ച് ആ ഉറക്കച്ചടവിനിടയിൽ ആ കുഞ്ഞിനെ തോളിലേറ്റ് സെൻട്രൽ ഹാളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഇങ്ങനെ നടക്കുമ്പോൾ പാതിരാ നേരത്തെ എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരും. പടച്ചോനെ, ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ എൻ്റെ ഉപ്പി എന്നെ നോക്കിയിട്ടുണ്ടാവുക. പക്ഷേ തിരിച്ചെങ്ങനെ നോക്കണമെന്ന് തോന്നുമ്പോഴേക്ക് ഉപ്പ അടുത്തുണ്ടാവണമെന്നില്ല, ഉമ്മ അടുത്തുണ്ടാവണമെന്നില്ല. എൻ്റെ ഉമ്മ ഹയാത്തിലുണ്ട്, ഉപ്പ മരിച്ചുപോയി. ഉപ്പ മരിച്ചത് ഞായറാഴ്ചയാണ്. പക്ഷെ ഉപ്പ മരിക്കുന്നതിൻ്റെ തലേന്ന് ശനിയാഴ്ച വൈകുന്നേരം എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ച്, മോനെ നീ നാളെ രാവിലെ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഞാൻ ചോദിച്ചു, രാവിലെ എത്ര മണിക്ക്? ഒരു 8 മണിക്ക് ഇങ്ങോട്ട് വരുമോ? ഞാൻ പറഞ്ഞു 8 മണിക്കൊന്നും വരാൻ കഴിയില്ല, മദ്രസയില്ലേ, അതുകൊണ്ട് വരാനൊന്നും കഴിയില്ല. ഞാൻ ഈ വെള്ളിയാഴ്ച കാണാൻ പോയി ഉപ്പാൻ്റെ കൂടെ താമസിച്ചിട്ട് വന്നതാണ്. ഞാൻ ചോദിച്ചു, ഇന്നലല്ലേ വന്നത്, എന്താ എന്നാലും കാണാനാ മോനെ, ഒന്ന് വന്നു പോകാൻ കഴിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം കഴിയില്ല, ഞാൻ തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു. ഞായർ കഴിഞ്ഞാൽ തിങ്കൾ വരാം. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞൊരു വാക്കാണ് എന്നോട്, തിങ്കളാഴ്ച വരും, നോക്ക് നാളെ വരാൻ പറ്റുവാണെങ്കിൽ ഇന്ന് കാണാൻ തോന്നുന്നു, അത്രയേ ഉള്ളൂ എന്നാണ് ഫോണ് കട്ടാൻ. പിറ്റേന്ന് രാവിലെ 8 മണിക്കുണ്ട് എൻ്റെ അനിയൻ എന്നെ ഫോൺ വിളിക്കുന്നു. ഉപ്പാക്ക് കഴിയുന്നില്ല, സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഉപ്പാക്ക് ആകെ ബേജാറായി. ഞാൻ വേഗം ഡ്രസ്സെല്ലാം സെറ്റാക്കി ഇങ്ങനെ ബസ്സിൽ കയറി ഇരുന്നപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു വേറൊരു കോൾ ഏട്ടൻ്റെ, അസലമേ ഉപ്പ പോയി. ഉപ്പാനോട് ആരാ പറഞ്ഞേ? 8 മണിക്കാണ് ഉപ്പ പോവാം. 8:30 പറയുന്നത് ഉപ്പ പോയി എന്ന്. ഇതേ ഡയലോഗ് നിങ്ങളിൽ പലരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഉപ്പ പോയേ, ഉപ്പ പോയി, ഉപ്പ മരിച്ചു എന്നല്ല, ഉപ്പ പോയി എന്ന് കേട്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ ആ മയ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കുറേ മുഖം നോക്കി. എത്ര കാലം ജീവനോട് അടുത്തുണ്ടായി, കൈപിടിക്കാനും കെട്ടിപ്പിടിക്കാനും മുത്തം കൊടുക്കാനും മടിയിൽ തലവെച്ച് കിടക്കാനും ചേർന്നിരിക്കാനും ഉപ്പയോടൊപ്പം നെഞ്ചോട് നെഞ്ച് ചേർത്ത് വെച്ച് കിടക്കാനും എത്രയോ അവസരങ്ങളുണ്ടായി. എന്തേ നിനക്ക് കഴിയാതെ പോലെ? നമുക്ക് നേരമില്ല, നമ്മളെന്തിന് വേറെന്തല്ലോ തിരക്കിലാണ്, നമുക്ക് വേറെന്തല്ലോ തിരക്കാണ്. എല്ലാ തിരക്കും കഴിഞ്ഞ് പുരക്കേക്ക് പോകുമ്പോൾ പുരക്കുപ്പി ഉണ്ടാവണമെന്നില്ല. അന്ന് ഖബറടക്കം കഴിഞ്ഞ് പിറ്റേന്ന് ദിവസം തിങ്കളാഴ്ച രാവിലെ ഖബർസ്ഥാനിൽ ചെന്ന് സിയാറത്ത് കഴിഞ്ഞ് രാവിലെ 10 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ പുര ഇങ്ങനെ നോക്കിയിട്ട് കുറേ നിന്ന് എന്തിനാണെന്നറിയാം, ഈ തിങ്കളാഴ്ച രാവിലെ വരാമെന്നാണ് ഉപ്പാനോട് ലാസ്റ്റ് ഞാൻ പറഞ്ഞത്. രാവിലെ വരുമ്പോഴേക്ക് കാണാൻ ഉപ്പയില്ലല്ലോ എന്നതാണ്. ഉപ്പയില്ലാത്ത വീട്ടിലേക്കാണ് കയറി പോകുന്നത്. നമ്മളെ മക്കൾ, നമ്മളെ ഉപ്പ, നമ്മളെ ഉമ്മ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം, ഇതൊക്കെയാണ് നമ്മുടെ ലോകം. അതിനേക്കാളപ്പുറം വേറൊന്നില്ല. നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് നമുക്ക് തിരിച്ചു കിട്ടും, കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചു കിട്ടും. ഒരു ഉമ്മ എന്നെ ഫോൺ വിളിച്ചിരുന്നു പുതിയങ്ങാടി ഭാഗത്ത് നിന്ന്. ആ ഉമ്മ പറഞ്ഞു, എൻ്റെ 2ാമത്തെ കുട്ടിക്ക് സുഖമില്ലാതെ വരക്കണം. ഞാൻ ചോദിച്ചു, 2ാമത്തെ കുട്ടിക്ക് എന്താ? തലയിൽ മുടിയില്ല, പെൺകുട്ടിയാണ്, തലയിൽ മുടിയില്ല.
ഞാൻ ചോദിച്ചു ഒന്നാമത്തെ കുട്ടിക്ക് ഇങ്ങനെ തന്നെയാണോ? ഇല്ല ഉസ്താദ്, ഒന്നാമത്തെ കുട്ടി ഒരു മോളാണ്, 9ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. എന്നിട്ട് ഉമ്മ പറഞ്ഞു 9 വയസ്സ് വരെ ജീവിച്ച്, പക്ഷെ ഒരു തവണ പോലും എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചാൽ അതെന്തെ? ഉമ്മാക്ക് ആ മോൾക്ക് ജനിച്ചത് മുതൽ ഈ 9 വയസ്സ് വരെ ചലനശേഷിയൊന്നുമില്ല, സംസാരശേഷിയില്ല, കൈ അനങ്ങൂല, കാലനങ്ങൂല, ഒരു മയ്യത്ത് പോലെയുള്ള ഒരു ചെറിയ കുഞ്ഞിങ്ങനെ എപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഒരു മാസം പ്രായമുള്ള കുട്ടീനെ എങ്ങനെയാണ് ഉമ്മ നോക്കുന്നതെങ്കിൽ അതേപോലെ 9 കൊല്ലം നോക്കി. ഇനി 9 അല്ല ഉസ്താദ്, 90 കൊല്ലം അതുപോലെ നോക്കേണ്ടി വന്നാലും ഞാൻ നോക്കും, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായത് ഇങ്ങനെല്ലാം നോക്കി പോയിട്ട് വളർത്തുന്നതല്ലേ, ഒരു തവണയെങ്കിലും ആ മോളെന്നെ ഉമ്മ എന്ന് വിളിക്കണം. പക്ഷേ 9 വയസ്സിനിടയിൽ ഒരു തവണ പോലും എന്നെ ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല. മോളും മരിച്ചു. എന്നാലും ഷാരുൽ ഉസ്താദ് എൻ്റെ മോളെ കുറച്ച് കാലങ്ങളൊക്കെ എൻ്റെ മോളെ നോക്കാൻ കഴിഞ്ഞല്ലോ. അതാണ് ഒരു ഉമ്മ. നമ്മളെല്ലാം ഉമ്മ അങ്ങനെ തന്നെയാണ്. ആ രോഗിയായി കിടന്നു പോകുന്നത് ഞാനായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ അങ്ങനെ തന്നെയാണ് നോക്കുക. നമ്മളെ മക്കൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് കരുതാം. കൈയനങ്ങൂല, കാലനങ്ങൂല, കിടന്ന കിടപ്പില്ലെന്ന് മൂത്രമൊഴിക്കുന്നു, കാഷ്ടിക്കുന്നു, നിനക്കൊരു ചുറ്റുപാട് വന്നാൽ നമ്മൾ ആ മക്കളെ പൊന്നുപോലെ നോക്കൂലേ? അതേപോലെ തന്നെയല്ലേ നമ്മൾ ഉമ്മയും തിരിച്ചു കൊടുക്കണ്ടേ സ്നേഹം, പകർന്നു കൊടുക്കണ്ടേ, പ്രകടിപ്പിക്കണ്ടേ സ്നേഹം, തിരിച്ചു കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കും, തിരിച്ചു കൊടുക്കണം. ഉമ്മി നമ്മളെ സ്നേഹിക്കുന്ന പോലെ ലോകത്ത് ഒരാളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. എൻ്റെ അയൽവാസിയുണ്ട്, ഒരു ചുമട്ട് തൊഴിലാളിയാണ്, പുതിയ തെരുവിൽ എൻ്റെ ഭാര്യൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പത്തെ വീട്. അയാൾക്ക് 3 മക്കളാണ്. അതിൽ മൂത്ത മോൻ ഷാഹിദ് 15ാമത്തെ വയസ്സിൽ ഹാർട്ടിന് കംപ്ലൈൻറ്റ് വന്നു, പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. അവിടുന്ന് അതും ഒരു ഞായറാഴ്ച പകലിൽ അവൻ മരിച്ചുപോയി, 15 വയസ്സുള്ള മോൻ. പക്ഷെ ആ മോൻ മരിക്കുന്നതിൻ്റെ തലേന്ന് ശനിയാഴ്ച വൈകുന്നേരം ഈ ഉമ്മ മോനെ കാണാൻ വേണ്ടി പോയിരുന്നു. ഉമ്മ ഐസിയുലേക്ക് കയറിയപ്പോൾ ഈ ഉമ്മ കുറേ വർത്തമാനം പറഞ്ഞ്, ഐസു മോനെ ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഈ മോന് ഉമ്മാനോട് ചുമ്മാ പോവുകയെന്ന്. ആ മോനെ എന്തേ? നാളെ മരിക്കാൻ വേണ്ടി പോകുന്ന മോനെ ഉമ്മാനോട് അവസാനമായിട്ട് പറയുന്നു, ഉമ്മ ഞാനൊരു കാര്യം ചോദിച്ചു, ഉമ്മ എനിക്ക് തരുമോ? ഉമ്മാക്ക് അറിയില്ലല്ലോ ഇത് നാളെ മരിക്കാൻ വേണ്ടി പോകുന്ന മോനാണ്. എന്താ മോൻ എനിക്ക് വേണ്ടേ? ഉമ്മ എനിക്കൊരു മുത്തം തരുമോ? ഉമ്മ എനിക്കൊരു മുത്തം തരും. ഈ ഉമ്മ ആ മകൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുത്തു. ഉമ്മക്ക് അപ്പോഴും അറിയില്ല ഇത് അവസാനത്തെ മുത്താണ്. ഉമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ കേൾക്കുന്നത് മോൻ മരിച്ചു എന്നാണ്, ഹാർട്ടിന് കംപ്ലൈൻ്റാണ്. ഈ വിവരം ഫോണിലൊന്നും പറയാതെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കാരണോട് ഈ ഉമ്മാൻ്റെ വീട്ടിലൊന്ന് വാതിൽ തുറന്നു. ഉമ്മാനോട് കണ്ടപ്പോൾ ഉമ്മ ചോദിക്കുന്നു, എന്തുണ്ട് എൻ്റെ മോനെ, റാഹത്തുണ്ടാ? ഞാൻ ഇപ്പോൾ ഓനെ ഭക്ഷണം ആക്കിയിട്ട് പോകാനാ പോകുന്നത്. നീ ഭക്ഷണമൊന്നും ആക്കണ്ട, ഓൻ പോയിനി, ഓൻ മരിച്ചിനെന്ന് പറഞ്ഞു. അതങ്ങ് കേട്ട സെക്കൻഡിൽ ആ ഉമ്മ പറഞ്ഞ് അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മയിൽ ഓടിപ്പോയി ആ ഉമ്മാനെ പിടിച്ചങ്ങ് റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ ഉമ്മ പറയുന്നത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പം എൻ്റെ ഭാര്യ വീട്ടുകാരൊക്കെ ചോദിച്ചു, അല്ല ഇത് അൽഹംദുലില്ലാ പറയേണ്ട സമയമല്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അൽഹംദുലില്ലാ പറയണം? ആ ഉമ്മ പറഞ്ഞെന്തറിയാം, കരയണമെന്നുണ്ട്, നെഞ്ചു പൊട്ടുന്നുണ്ട്, പക്ഷേ കരയാതെ പിടിച്ചു വെക്കാനാണ് അൽഹംദുലില്ലാ പറയുന്നത്. മരിച്ചാളെ പേരിൽ കരഞ്ഞാൽ മരിച്ചാൾക്ക് വിഷമാവില്ല. എൻ്റെ മോൻക്ക് എന്നെക്കൊണ്ടൊരു വിഷമം ഉണ്ടാവരുത്, അതുകൊണ്ടാണ് അൽഹംദുലില്ലാ പറയുന്നത്. ഒരു ഉമ്മാൻ്റെ സ്നേഹത്തിൻ്റെ ആഴെത്രയാണെന്ന് ചിന്തിക്കും. മക്കൾ മരിച്ചെന്ന് കേട്ടാൽ കരയാതിരിക്കാൻ ഏത് ഉമ്മാക്ക കഴിയും? പക്ഷെ ആ ഉമ്മ കരയാതെ പിടിച്ചു നിന്നിട്ട് പറയുന്നത്, ഞാൻ കരഞ്ഞാൽ മരിച്ചാൾക്ക് വിഷമായി പോകില്ലേ, അതുകൊണ്ട് ഞാൻ കരയുന്നില്ല. കാരണം അത്രയ്ക്ക് എൻ്റെ മോനെ ഇഷ്ടമാണ്, ഒക്കെ എൻ്റെ മോനെ ഇഷ്ടം. അതിനേക്കാൾ 100 ഇരട്ടി ഇഷ്ടമാണ് ഉമ്മ നമ്മളെ ഉമ്മാക്കും. പക്ഷെ ചില ഉമ്മാക്ക് ഉപ്പാക്ക് അത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെ ഇടയിലുള്ള ജീവിതത്തിനിടയിൽ നമ്മളെ വേണ്ടതുപോലെ ചിലപ്പോൾ നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവരധ്വാനിച്ചതും കഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഉമ്മാനെ ഉപ്പാനെ നീ മറക്കരുത്. ഹലോ ഏയ് ഏയ്
അത് വയ്യ കൊടുക്കാം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊടുക്കാം. കുടിവെള്ളം നമുക്ക് 10 മിനിറ്റ് കൊടുക്കാം. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കും. എൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരു ദിവസം പോലും കഴിഞ്ഞു പോകില്ല. 1, എൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി യാസീൻ ഓതാത്തൊരു ദിവസം കഴിഞ്ഞു പോകില്ല. 2, എൻ്റെ ഉമ്മ ഉപ്പയോ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ നെറ്റിയിൽ മുത്തം കൊടുക്കും വല്ലപ്പോഴും. എപ്പോഴും അവരോട് സലാം പറയുമ്പോൾ കൈ പിടിക്കും. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒന്ന് നമുക്കിപ്പോൾ ഒരു 2 മിനിറ്റ് ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാം. തയ്യാറാണെങ്കിൽ ഒന്ന് നടുവളയാതിരിക്കും. ഞാനല്ല ദ്വാരക്കാൻ, നിങ്ങൾ സ്വന്തം ദ്വാ ചെയ്യും. പക്ഷെ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നമുക്കൊരു ദിവസം വരാനുണ്ട്. ഉപ്പയും ഉമ്മയും ഹയാത്തിലുണ്ട് എന്ന് കൈ ഉയർത്തിയവരോടാ പറയണത്. നമുക്കൊരു ദിവസം വരാനുണ്ട്. നമ്മളെന്തോ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലായി പെട്ടെന്നൊരു ഫോൺ കോൾ. എന്താ അറിയോ, വേഗം വീട്ടിലേക്ക് വരണോ. നമ്മളൊന്നും അറിയില്ല. എന്തിനാപ്പാ ഇത്ര വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? ബേജാറോടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. വീടിൻ്റെ മുറ്റത്തെത്തുന്നതിന് മുമ്പ് നമ്മൾ കാണും പുരൻ്റെ മുറ്റത്ത് കുറേ അയൽവാസികളെ. അപ്പം നമുക്ക് മനസ്സിലായി പുരക്കാരോ മരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ അനുഭവിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. കൽബ് പിടയും, കണ്ണ് നിറയും. വേഗം സെൻട്രൽ ഹാളിലേക്ക് നമ്മൾ ഓടിപ്പോകുമ്പോൾ നിൻ്റെ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ ഒരു വെള്ള തുണിയിൽ ഒരു മയ്യത്ത് പൊതിഞ്ഞ് കിടക്കുന്നുണ്ടാവും. നിനക്കറിയൂല ആരാ മരിച്ചതെന്ന്. ആരോടും ചോദിക്കൂല. എന്താ നമ്മൾ ചോദിക്കുക? ഉപ്പയാ മരിച്ചത്, ഉമ്മ മരിച്ചതെന്ന് ചോദിക്കൂല. നമ്മൾ വേഗം സെൻട്രൽ ഹാളിലേക്ക് പോകും. ആ മൂടി പുതച്ച് കിടക്കുന്ന മയ്യത്തിൻ്റെ തലഭാഗത്തുള്ള വെള്ള തുണി നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മൾ കാണും ജീവനില്ലാതെ മരിച്ചു കിടക്കുന്ന നിൻ്റെ ഉമ്മാൻ്റെ മുഖം, മരിച്ചു കിടക്കുന്ന നിൻ്റെ ഉപ്പാൻ്റെ മുഖം. ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. ജീവനില്ലാതെ കിടക്കുന്ന നിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മുഖം. അന്നേരം നമ്മൾ കരയും, നെറ്റിയിൽ മുത്തം കൊടുക്കും. അന്നേരമല്ല ഉമ്മ ഇപ്പോൾ ഹയാത്തിലുള്ള നേരത്ത് തൊട്ട് കയ്യെത്തും ദൂരത്ത് നിൻ്റെ ഉമ്മയുണ്ട്. ആ ഉമ്മാൻ്റെ നെറ്റിയിൽ മുത്തം കൊടുക്കും. ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒന്നെല്ലാവരും നടുവളയാതിരിക്കും. 2 കൈയും മടിയിലേക്ക് നേരെ ഇരിക്കും. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ദീർഘമായി സാവധാനം താഴേക്കും മേലേക്കും ശ്വസിക്കുക. കണ്ണടച്ച് ദീർഘമായി സാവധാനം താഴേക്കും മേലേക്കും ശ്വസിക്കുക. ശ്വാസത്തിലേക്ക് മാത്രം ചിന്തിക്കുക. ദീർഘമായി ഇങ്ങനെ ശ്വസിക്കുമ്പോൾ മനസ്സ് ശാന്തമാണ്. ഈ നേരത്ത് നിൻ്റെ ഉമ്മാൻ്റെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകും. ഉമ്മാനെ തന്നെ ഓർക്കുക. ഉമ്മാൻ്റെ മുഖം. ഉമ്മാനെ ഓർമ്മ വരുമ്പോൾ കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയണം. ഒരു മടിയും കാണിക്കണം. എന്തുകൊണ്ടാണെന്നറിയാം? ഈ ദുനിയാവിൽ നിനക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കരഞ്ഞത് ആ ഉമ്മയാണ്. അത് നീ അറിയൂല. നിനക്ക് വേണ്ടി എപ്പോഴൊക്കെ നിൻ്റെ ഉമ്മ കരഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയൂല. പക്ഷെ കരഞ്ഞിട്ടുണ്ട്. ആ ഉമ്മാൻ്റെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുപോകും. ഉമ്മാനെ തന്നെ ഓർക്ക്. വയസ്സായ നിൻ്റെ ഉമ്മ ദാരിദ്ര്യത്തിൻ്റെ കാലത്ത്, പട്ടിണിയുടെ കാലത്ത്, പ്രയാസത്തിൻ്റെ കാലത്ത് ആ ഉമ്മ നമുക്ക് വേണ്ടി ജീവിച്ചു, കഷ്ടപ്പെട്ടു. ശാരീരികമായി ഒരുപാട് വേദന ഉണ്ടായിരുന്നു ഉമ്മാക്ക്. കയ്യും കാലും വേദനിച്ചിരുന്നു. ഉമ്മ പലപ്പോഴും പറഞ്ഞിരുന്നു, മോനെ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഉമ്മാനെ ഓർത്തു നോക്ക്. പാവമാണ്. ഉമ്മയെപ്പോലെ നമ്മളെ സ്നേഹിക്കുന്ന വേറൊരാളും കൂടി ഉണ്ട്. അത് നമ്മൾ ഉപ്പയാണ്. ഉപ്പാൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുപോകും. ഉപ്പാൻ ഓർമ്മ വരുന്നില്ലേ? ഇപ്പോഴും ഗൗരവത്തിൽ നടക്കുമായിരിക്കും. പക്ഷേ വല്ല ഗൗരവമൊക്കെ ആണെങ്കിലും ആ ഉപ്പാൻ്റെ മനസ്സ് നിറയെ നമ്മളോട് സ്നേഹം. കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ, നിങ്ങൾക്ക് വേണ്ടി വെയിൽ കൊണ്ടപ്പോൾ ഉപ്പാൻ്റെ സൗന്ദര്യവും ഉപ്പാൻ്റെ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ മദ്രസയൊക്കെ പോകുമ്പോൾ ഇതെൻ്റെ ഉപ്പയാണെന്ന് ചങ്ങായിമാരോട് പറയാനൊരു മടിയെല്ലാം ഉണ്ടായിരുന്നു. എന്ത് മടിയുണ്ടായിട്ടെന്താ കാര്യം? ആ ഉപ്പ ക്ഷീണിച്ചു പോയത് നമുക്ക് വേണ്ടിയാണ്. ആ ഉപ്പ മെലിഞ്ഞു പോയത് നമുക്ക് വേണ്ടിയാണ്. ആ ഉപ്പ രോഗിയായി പോയത് നമ്മളെ പോറ്റുന്ന തിരക്കിനിടയിൽ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഉപ്പാക്ക് സമയം കിട്ടിയിട്ടില്ല. പാവാണ്.
ആ ഉപ്പ ദുനിയാവിൽ കുറേ സുഖിച്ചിട്ടൊന്നുമില്ല, കുറേ സന്തോഷിച്ചിട്ടൊന്നുമില്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഉമ്മാനെ നല്ലോണം നോക്കണം, ഉപ്പാനെ നല്ലോണം നോക്കണം, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? നോക്കാൻ തീരുമാനിച്ച നേരമാകുമ്പോഴേ ഉപ്പയും അടുത്തില്ല. അല്ലാഹുവേ, ഉമ്മ മരിച്ചവരും ഉപ്പ മരിച്ചവരുണ്ട്, ഉമ്മ ഹയാത്തിലുള്ളവരുണ്ട്, ഉപ്പ ജീവിച്ചിരിപ്പുള്ളവരുണ്ട്. അല്ലാഹുവേ, എനിക്കെൻ്റെ ഉമ്മാനും ഉപ്പാനും കണ്ടിട്ട് കൊതു തീർന്നിട്ടില്ല. ഇനി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, അവരെ സന്തോഷിപ്പിക്കണം. എന്തിനാണെന്നറിയാം? എൻ്റെ മക്കളും അതുപോലെ എന്നോട് പെരുമാറണം. എൻ്റെ ഉപ്പാനും ഉമ്മാനെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കണം. ഞാൻ കാരണം ഒരിക്കലും അവരുടെ ഉപ്പാനും ഉമ്മാനും മനസ്സ് വിഷമിക്കരുത്. ഉപ്പാനെ ഓർത്ത് നോക്ക്, ഉമ്മാനെ ഓർത്ത് നോക്ക്. എപ്പോഴെങ്കിലും നീ കാരണം ആ ഉപ്പാനും ഉമ്മാൻ്റെ മനസ്സ് വേദനിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സുകൊണ്ട് പറ, ഉപ്പ ഉമ്മ. മനസ്സുകൊണ്ട് പറ, ഉപ്പ ഉമ്മ, എന്നെ കൊണ്ട് എന്തെങ്കിലും വിഷമുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ ഉമ്മ എന്ന് പറ. ചിലപ്പോൾ നമ്മളെന്തോ ഒരു തിരക്കുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ടാവില്ല. ഉമ്മ എന്തോ പറഞ്ഞപ്പോൾ നമുക്ക് ദേഷ്യം പിടിച്ച് ഗൗരവത്തിൽ ഉമ്മാനോട് ഉറക്കെ സംസാരിച്ചു പോയിട്ടുണ്ടാവും. ആ നേരത്തെ ഉമ്മാനെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു നിമിഷം എൻ്റെ ഉമ്മാക്ക് എന്നോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടാവും. അല്ലാ ഉമ്മ, എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ ഉമ്മ. ഇനി ഞാൻ കാരണം ഒരിക്കലും എൻ്റെ ഉമ്മ വിഷമിക്കേണ്ടി വരില്ല. ഞാൻ എൻ്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തൂല. മരിച്ചുപോയ ഉപ്പയുമ്മയാണെങ്കിൽ അല്ലാഹുവേ, എൻ്റെ ഉമ്മ ആരുടെ മണ്ണിലാണ്, എൻ്റെ ഉപ്പ ഖബറിലാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോഴും ആ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന എൻ്റെ ഉപ്പയും ഉമ്മയും ഖബറിൽ എന്തെങ്കിലും അദാബ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അദാബിനെ നീ തട്ടി മാറ്റണേ അല്ലോ. എന്നെ പഠിപ്പിക്കാൻ അയച്ചത് എൻ്റെ ഉമ്മയും ഉപ്പയാണ്. അവർക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കുന്ന മോനാവണം, മരിച്ചു കഴിഞ്ഞാൽ ദ്വാരക്കുന്ന മോളാവണം. അല്ലാ, എൻ്റെ ഉമ്മാക്കുപ്പാക്ക് സ്വർഗം കൊടുക്കണേ അല്ല. എൻ്റെ മക്കളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ല. ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വല്ലപ്പോഴും അവരെ നെറ്റിയിലൊരു മുത്തം കൊടുക്കും. ഇൻഷാ അല്ലാഹ് ദീർഘമായൊന്ന് ശ്വസിക്കുക. പതിയെ കണ്ണ് തുറക്ക്. ഉമ്മ അല്ലെങ്കിൽ ഉപ്പ സദസ്സിലുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവർ മാത്രം ഒന്ന് കൈവെക്കുക. ഉമ്മ അല്ലെങ്കിൽ ഉപ്പ സദസ്സിലുള്ളവർ കൈതാക്കുക. ആ സദസ്സിലുള്ള നിൻ്റെ ഉമ്മാൻ്റെ അരികിലേക്ക് നീ ഒന്ന് എഴുന്നേറ്റ് പോവണം. എന്നിട്ട് ആ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുക്കണം. ഇന്നെനിക്ക് സ്വർഗത്തിലെത്തണം, ഇന്നെനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ ഉമ്മ ഇത്രയും പ്രായത്തിനിടയിൽ എപ്പോഴെങ്കിലും ഉമ്മാൻ്റെ മനസ്സ് വേദനിക്കുന്ന വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ മുത്തം നൽകുന്നതോടെ ആ ഉമ്മ എനിക്ക് പുറത്തു തരണം, ആ ഉപ്പ എനിക്ക് മാപ്പ് തരണം. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹോദരിയുടെ ഉപ്പ ഈ സദസ്സിലുണ്ടെങ്കിൽ ആ ഉപ്പാൻ്റെ അരികിലേക്ക് നീ പോകണം. കാരണം ഉമ്മാക്ക് നീ മുത്തം കൊടുക്കുന്നത് പോലെ നിന്റെ വരവും പ്രതീക്ഷിച്ച ആ ഉപ്പ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഉപ്പ സദസ്സിലുള്ള മക്കൾ, സഹോദരിമാരും സഹോദരന്മാരും ഒന്ന് എഴുന്നേൽക്കുക. ഉമ്മ സദസ്സിലുള്ളവർ എഴുന്നേൽക്കുക. അവരരികിലേക്ക് പോവുക. ആ നെറ്റിയിലൊരു മുത്തം കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കണം. വേറൊന്നുമില്ല, ക്ലാസ്സും പ്രസംഗമൊന്നുമില്ല. ഒന്ന് ഉമ്മാൻ്റെ അടുത്ത് പോയിക്കണം. ആ ഉമ്മ എഴുന്നേറ്റ് നിൽക്കണം. ആ ഉമ്മമാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. ആ മകള് വരുമ്പോൾ ആ ഉമ്മ എഴുന്നേൽക്കണം. ആ ഉമ്മ എൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുക്കണം. ആ ഉമ്മാൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുക്കണം. ഉമ്മാനെ കെട്ടിപ്പിടിക്കുക. എന്തിനാണ് തിരക്ക്? ഉമ്മാനെ കെട്ടിപ്പിടിക്കുക. ഉമ്മാൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുക്കുക. ഉമ്മാനോട് പറ, ഉമ്മ എന്നെ കൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ ഉമ്മ എന്ന് ഉമ്മാൻ്റെ ചെവിയിൽ പറ.
ഉമ്മാനെ ചേർത്ത് പിടിക്കും, ഉമ്മാൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുക്കും. ഉമ്മാനെ വിടല്ല, ഉമ്മാൻ്റെ നെറ്റിയിലൊരു മുത്തം കൊടുക്കും. പാവാണ് എൻ്റെ ഉമ്മ. ഒരുപാട് വിഷമിച്ചിട്ടും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടും തിരിച്ചു കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നുമില്ല. ഇനി എന്നെക്കൊണ്ടൊരു വിഷമം ഉണ്ടാവില്ല. ഇനി ഞാൻ കാരണം എൻ്റെ ഉമ്മ സങ്കടപ്പെടേണ്ടി വരില്ല. എൻ്റെ ഉപ്പ ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഉപ്പ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് വരാം, ഉപ്പാൻ്റെ അരികിലേക്ക് വരാം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഉപ്പാൻ്റെ മോള് ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് വരാം. ഉപ്പാൻ്റെ നെറ്റിയിൽ മുത്തം കൊടുത്ത് അവരോട് ഒന്ന് മാപ്പ് ചോദിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ സ്നേഹിക്കുന്നൊരു മോളും ഇങ്ങനെ സ്നേഹിക്കുന്ന ഉമ്മാനെ പറയുമ്പോൾ കരയുന്നൊരു മോളും നമുക്കുണ്ടെങ്കിൽ ആ വീട് സ്വർഗമാണ്, ആ വീട് സ്വർഗമാണ്. ഉപ്പാനും ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ വീട് സ്വർഗമാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ, ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് ഉപ്പാക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദി ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. 1 മണിക്കൂറും 20 മിനിറ്റായി നമ്മൾ സംസാരിക്കുന്നത്. 12:15 ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹർ ബാങ്ക് കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് പതിയെ അവസാനിപ്പിക്കുകയാണ്. കുടിക്കാനോ കഴിക്കാനോ ഉണ്ടെങ്കിൽ അതിപ്പോൾ വിതരണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇത്രയും നേരം കരഞ്ഞത് ആ ഉപ്പാനും ഉമ്മാനും ഓർത്തിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരയുന്ന മക്കൾ നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾ ഉപ്പാനും ഉമ്മാനും ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർക്കുന്ന മക്കൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന മക്കൾ നിങ്ങൾക്കുണ്ടാവും. ഒരു ബേജാറും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. ഇൻഷാ അല്ലാഹ് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയാം. നിങ്ങൾക്ക് മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. മാഷാ അല്ലാഹ്. നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നേരത്തെ നിർവഹിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട KT ഉസ്താദിൻ്റെ പേരിലാണ് ഈ നഗരം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. KT ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമസ്തയ്ക്ക് വേണ്ടി കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ PK ഉസ്താദിനേക്കാൾ കൂടുതൽ, മാണി ഉസ്താദിനേക്കാൾ കൂടുതൽ ഈ സമസ്തയെ കണ്ണൂർ ജില്ലയിൽ നിലനിർത്താൻ വേണ്ടി, പടുത്തുയർത്താൻ വേണ്ടി എല്ലാ ഇടങ്ങളിലേക്കും ഓടിച്ചാടി നടന്നവരാണ്. അഥവാ പൂർവ്വകാല നേതാക്കന്മാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ബഹുമാനത്തോടെ കാണുന്ന മഹാന്മാരായ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വലിയ പണ്ഡിതന്മാർ അവരോടൊപ്പമോ അല്ലെങ്കിൽ അവരെക്കാൾ മുകളിലോ ഉണർന്നുയർന്ന് പ്രവർത്തിച്ചവരാണ് മഹാനായ ഷെയ്ഖുന KT ഉസ്താദ് അവറുകൾ. ആ ഉസ്താദിൻ്റെ നാടാണിത്, അല്ലേ? ആ ഉസ്താദിൻ്റെ നാടാണ്. അല്ലാഹു തആല ഉസ്താദിൻ്റെ ദറജകളെ ഉയർത്തട്ടെ, പദവികളെ ഉയർത്തട്ടെ. സമസ്തയുടെ കണ്ണൂർ ജില്ലയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിലേറ്റവും മനോഹരമായി
രേഖപ്പെടുത്തുന്ന നാമമാണ് ബഹുമാനപ്പെട്ട KT ഉസ്താദിൻ്റെ നാമം. അള്ളാഹുവേ, അവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലാ, അവിടുത്തെ പദവികളെ നീ ഉയർത്തണേ അല്ലാ. ആ ഉസ്താദിൻ്റെ ഹദറത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഫാത്തിഹ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഈ സദസ്സിൽ ഉമ്മ മരണപ്പെട്ടവരും ഉപ്പ മരണപ്പെട്ടവരുമുണ്ട്. മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാല്ലാ ചെറിയൊരു ദുആ നടത്തിയിട്ട് പിരിയാം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. ഈ ഇരിക്കുന്ന പലരും പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. അല്ലാഹു നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതബുള്ള മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ആമീൻ പറയുന്ന പലരുടെയും ഉമ്മയോ ഉപ്പയോ മരിച്ചുപോയവരാണ്. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഖബറിന്റെ ആറടി മണ്ണിലെ മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഞങ്ങളെ ഉപ്പയോ ഉമ്മയോ ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ നീ തട്ടിമാറ്റണേ അല്ലോ. ഖബറിനെ സ്വർഗമാക്കണേ അല്ലോ. സ്വർഗീയ ആരാമമാക്കി മാറ്റണേ അല്ലോ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയും ഖുർആനോദി ദുആ ചെയ്യുന്ന മക്കളെ തരണേ അല്ലോ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ മറന്നു പോകുന്ന മക്കളാക്കല്ല അല്ലോ. അല്ലാഹുവേ, ഇന്നൊരുപാട് സഹോദരിമാര് അവരുടെ ഉമ്മയുടെ അരികെ ചെന്ന് കരഞ്ഞ് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. അല്ലാഹുവേ, ആ സ്നേഹബന്ധം നീ നിലനിർത്തണേ അല്ലോ. ഉമ്മാനെ ഉപ്പാനെ മനസ്സ് വിഷമിപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥയും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല അല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലോ. ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലോ. ഈ ആമീൻ പറയുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ വേദനകളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും അതിനെ നീ തട്ടി മാറ്റണേ അല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ കഅബ കാണാത്തവരുണ്ട്, റൗള കാണാത്തവരുണ്ട്, ഉംറ ചെയ്യാത്തവരുണ്ട്, ഹജ്ജ് ചെയ്യാത്തവരുണ്ട്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലോ. കഅബ കാണിക്കണേ അല്ലോ. റൗള ശരീഫ് കാണാതെ മരിക്കേണ്ടി വരുന്ന അവസ്ഥ വരുത്തല്ല അല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലോ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലോ. കടങ്ങളിൽ നിന്ന് കരകയറ്റണേ അല്ലോ. കല്യാണ പ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലോ. അല്ലാഹു
അല്ലാഹുവേ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായും കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്നവർ അവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലോ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വീട് നിർമ്മിക്കാനുള്ള വഴികൾ നീ എളുപ്പമാക്കണേ അല്ലോ. അല്ലാഹുവേ വലിയൊരു പ്രയാസം പറഞ്ഞ് ഇവിടുന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ആ പ്രയാസം നിനക്കറിയാമല്ലോ അല്ലോ. ആ പ്രയാസത്തെ ദൂരീകരിക്കണേ അല്ലോ. അവരുടെ മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലോ. മനോഹരമായ ഈ ഒരു മദ്രസ ഇവിടെ നിർമ്മിക്കാൻ ആരൊക്കെയാണോ ഇതിന്റെ പിന്നിൽ ഓടി നടന്ന് പ്രവർത്തിച്ചതെങ്കിൽ ആ പ്രവർത്തിച്ചവർക്ക് നീ തക്കതായ പ്രതിഫലം നൽകണേ അല്ലോ. ഇതിനെ സാമ്പത്തികമായി സഹായിച്ചവർ അവരെ നീയും സഹായിക്കണേ അല്ലോ. പടച്ചവനെ ഓരോ സ്ഥലത്ത് ചെന്നാലും ദുആ ചെയ്യണേ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ചവനെ അവരുടെ ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. ശൈഖുനാ കെ.ടി. ഉസ്താദിന്റെ മണ്ണാണിത്, അവരുടെ നാടാണിത്, അവരന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത്. അല്ലാഹുവേ ഈ നാട്ടിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ നാടിന്റെ ഐക്യം നീ നിലനിർത്തണേ അല്ലാ. ശൈഖുനാ കെ.ടി. ഉസ്താദിന്റെ ദറജകൾ നീ ഉയർത്തണേ അല്ലാ. സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്ക് നീ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.